നമസ്തേ, ജയ് ഹിന്ദ്. പ്രത്യേക പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. ഇന്ന് ജനൻ TV പ്രത്യേക പുത്തൻപുലരി എത്തുന്നത് രജൌരിയിലെ ധനീധർ കോട്ടയ്ക്ക് മുകളിൽ നിന്നാണ്. ഞാൻ പ്രദീപ് പിള്ള. ഞാൻ ജിഷ്ണു കൃഷ്ണൻ. എല്ലാ പ്രേക്ഷകർക്കും നമസ്തേ. ഞങ്ങൾ നിൽക്കുന്നത് ധനീധർ എന്ന് പറയുന്ന കോട്ടയുടെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് 1855 പൂർത്തിയാക്കിയ കോട്ടയാണ്. അന്നത്തെ ദോഗ്ര ഫോഴ്സസിനെ രക്ഷിക്കാനായി, ദോഗ്ര വംശത്തിന്റെ പട്ടാളത്തെ അടക്കം രക്ഷിക്കാനായി, അവരുടെ സുരക്ഷയ്ക്കായി പണിതീർത്തതാണ്. മിയാൻ ഹാത്തു എന്ന അന്നത്തെ ഭരണാധികാരി, ജമ്മുവിന്റെ മഹാരാജാവായിരുന്ന ഗുലാബ് സിംഗ് നിയമിച്ച മിയാത് ഖാൻ എന്ന ഭരണാധികാരി നിർമ്മിച്ച കോട്ടയാണെന്ന്. നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ, മറ്റു വിവരങ്ങളിലൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പ്രധാന വാർത്തകളൊന്ന് കണ്ടുവരാം. പാകിസ്ഥാന് ഭാരതത്തിന്റെ മുന്നറിയിപ്പ്. ആണവ ഭീഷണി ഇങ്ങോട്ട് വേണ്ടെന്ന് പ്രധാനമന്ത്രി. ഇനി ചർച്ച ഭീകരവാദത്തിലും പാക് അധിനിവേശ കശ്മീരിലും മാത്രം. അതിർത്തിയിൽ പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ട് സൈന്യം. നേർക്കാഴ്ചകളുമായി ജനം TV. അതിർത്തിയിലെ പാക് ഡ്രോണുകൾ ഗൗരവത്തിലെടുത്ത സൈന്യം. പ്രതിഷേധമറിയിക്കാൻ ഭാരതം. 8 വിമാനത്താവളങ്ങളിലെ സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യ. ചോദ്യചിഹ്നമായി സംസ്ഥാനത്തെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ. പാകിസ്ഥാനിലേക്ക് പോയ കോളുകളിൽ അടിമുടി ദുരൂഹത. ബംഗ്ലാദേശിലേക്കും നിരന്തരം വിളി. പിന്നിലെന്തെന്ന് അന്വേഷണം. ഹമാസ് ബന്ദിയാക്കിയ അമേരിക്കൻ പൗരൻ ഈഡൻ അലക്സാണ്ടർക്ക് മോചനം. നിർണായക നീക്കം. ഗാസ ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകൾക്കിടെ മോചനം ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് മുന്നോടിയായി. നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. വിധി പറയുക വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് 6ാം കോടതി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും മലപ്പുറത്തും യെല്ലോ അലേർട്ട്. കേരള തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. IPL ശനിയാഴ്ച പുനരാരംഭിക്കും. 6 വേദികളിലായി 17 മത്സരങ്ങൾ. അതിർത്തി മൈതാനങ്ങളിൽ മത്സരമില്ല. ഫൈനൽ ജൂൺ 3-ന്. ജാഗ്രത കൈവിടാതെ ഭാരതം. ജിഷ്ണു, സീസ് ഫയർ, വെടിനിർത്തൽ, അതിന് പിന്നാലെ പാകിസ്ഥാന്റെ പ്രകോപനം, ഭാരതത്തിന്റെ മുന്നറിയിപ്പ്, ഇതിനെല്ലാം ശേഷം എല്ലാം അടങ്ങിയ ഒരു രാത്രി. ശാന്തമായിരുന്നു മിനിഞ്ഞാന്നത്തെ രാത്രി. പക്ഷേ ഇന്നലെ രാത്രി വീണ്ടും 9 മണിക്ക് ശേഷം പാകിസ്ഥാന്റെ പതിവ് പ്രകോപനം, പതിവ് വെല്ലുവിളി തുടങ്ങിയിരിക്കുകയാണ്. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട അനവധി ഡ്രോണുകൾ. അതിർത്തി മേഖലയിൽ മറ്റ് പൂഞ്ച്, രജൌരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കര അതിർത്തിയിൽ യാതൊരു തരത്തിലുമുള്ള പ്രകോപനങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ജമ്മു മുതൽ അമൃത്സർ വരെയുള്ള മേഖലകളിൽ 60-ലധികം ഡ്രോണുകൾ എത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പക്ഷേ അതിർത്തി കടന്നയുടൻ തന്നെ ആ ഡ്രോണുകൾ BSF-ഉം ഒപ്പം വ്യോമ പ്രതിരോധ സംവിധാനവും ചേർന്ന് വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്.
ഈ ഡ്രോണുകളിൽ പലതും ആയുധം ഘടിപ്പിച്ചതാണെന്നുള്ളതാണ് സേനാ വൃത്തങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന സൂചന. നമ്മൾ പഠാൻകോട്ടിലേക്ക് വന്നപ്പോൾ കണ്ട ഡ്രോണിനേക്കാൾ ഒക്കെ അപകടകാരിയായ വെപ്പൺ നിറച്ച ചില ഡ്രോണുകൾ വ്യോമാതിർത്തി കടക്കാൻ ശ്രമിച്ചുവെന്നും അത് പടിഞ്ഞാറൻ അതിർത്തിയിലുടനീളം പലയിടത്തായി അത് പ്രത്യക്ഷപ്പെട്ടു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. നമുക്കടുത്ത് തന്നെ അഖ്നൂറിലുണ്ടായിരുന്നു, നൌഷേറയിലുണ്ടായിരുന്നു, ഇവിടെ രജൌരിയിൽ ഉണ്ടായിരുന്നു. മുകളിലേക്ക് പോയാൽ പല അതിർത്തികളിലും ഇത് പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ തന്നെ അമൃത്സറിൽ ഇന്നലെ രാത്രി വളരെ വിശദമായി ജിഷ്ണു റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അമൃത്സറിൽ അസാധാരണമായ ചില നടപടികൾ കണ്ടതിനെ തുടർന്ന് അമൃത്സറിലേക്ക് പുറപ്പെട്ട ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പുറപ്പെട്ട വിമാനം മടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. രാത്രി മണിക്കൂറുകളോളം ഇത് നീണ്ടുനിന്നു. ഉറപ്പായിട്ടും ഭാരതം ഇത് ഗൗരവത്തിലെടുക്കും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ഏതെങ്കിലും രീതിയിൽ ഭാരതത്തെ ആക്രമിക്കാൻ സാധിക്കുമോ എന്നുള്ള സാധ്യതകളാണ് പാകിസ്ഥാൻ സൈന്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം സോഷ്യൽ മീഡിയയിലെ ചില ട്രോളുകൾ പരിശോധിക്കുമ്പോൾ പാക് ഭരണകൂടം സൈന്യത്തിന്റെ കാല് പിടിക്കുകയാണ്, ഇതൊന്നും നിർത്തടേ എന്നുള്ള രീതിയിൽ. കാരണം സൈന്യം ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ ഒന്നിന് 10ഉം 100ഉമായുള്ള തിരിച്ചടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരതം നൽകിയിട്ടുള്ളത്. പാകിസ്ഥാനിലെ ഭരണ നേതൃത്വവും സൈന്യത്തിലെ ഒരു വിഭാഗവും വെടിനിർത്തലും സമാധാനവും, അല്ലെങ്കിൽ സമാധാനം എന്നതിനപ്പുറത്തേക്ക് ഇനി കളിച്ചാൽ തീരും എന്നുള്ള ഭയം കൊണ്ട് പിന്മാറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പക്ഷേ പാക് ചാര സംഘടനയായിട്ടുള്ള ISIയും ഭീകര സംഘടനകളും സൈന്യത്തിലെ ഒരു വിഭാഗവുമാണ് ഇപ്പോഴും ഈ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിഷ്ണു, ഇതാണ് പാകിസ്ഥാന്റെ ഒരു ഗതികേട്. ഔദ്യോഗിക ഭരണ നേതൃത്വം ഒരു ഭാഗത്തിരിക്കുന്നു, അവർ പലതും പറയുന്നു. അതിന് സമാന്തരമായി സൈന്യത്തിൽ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന വക്താക്കളും അതല്ലെങ്കിൽ സേനാ നേതൃത്വവും പറയുന്നത് ഒരു കാര്യം. പക്ഷെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ISIയെ നിയന്ത്രിക്കുന്ന ഭീകരരും അല്ലെങ്കിൽ ഭീകരരെ നിയന്ത്രിക്കുന്ന ISIയും അടങ്ങുന്ന ഒരു അച്ചുതണ്ടാണ്. അവർക്കിത് ദഹിച്ചിട്ടില്ല, അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ 2-3 ഘടകങ്ങൾ. ഒന്ന്, അവർ നടത്തിയ സകല ശ്രമങ്ങളും പരാജയപ്പെടുത്തി. 2, അവർ നടത്തിയ ഭീകരാക്രമണത്തിൽ ഊറ്റം കൊണ്ടിരിക്കുമ്പോഴാണ് വെടിച്ചില് പോലെ ഭാരതത്തിൻ്റെ മിസൈലുകൾ അവരുടെ ഭീകര താവളങ്ങൾ ചുട്ടരിച്ച് ചാമ്പലാക്കിയതും 100ഓളം ഭീകരർ, ഇപ്പോഴും എണ്ണം അവർ പുറത്തുവിട്ടിട്ടില്ല, ഭീകരരും അതിനൊപ്പം തന്നെ അതിനടുത്തുണ്ടായിരുന്ന ചില സൈനികരും അടക്കം കൊല്ലപ്പെടുന്നത്. അതും മുൻകാലങ്ങളിലെ പോലെ അതിർത്തി മേഖലകളിൽ ചാവറായി നിൽക്കുന്ന ഭീകരരല്ല, മറിച്ച് ഈ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഇതിന്റെ തലകളായി നിൽക്കുന്ന കമാൻഡർമാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. വലിയ നാശനഷ്ടമാണ് ഭീകര സംഘടനകൾക്ക് ഉണ്ടാക്കിയത് ഭാരതത്തിന്റെ നടപടി. ഇപ്പോൾ ഈ ബലാക്കോട്ടിലെ സർജിക്കൽ സ്ട്രൈക്ക്, പുൽവാമയെ തുടർന്നുള്ള ബലാക്കോട്ടിലെ സർജിക്കൽ സ്ട്രൈക്കാണ് ഇതുവരെ യുദ്ധമില്ലാത്ത സാഹചര്യത്തിൽ ഭാരതം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഭാരതം കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി. ഇത്തവണ അതിനൊക്കെ അപ്പുറത്തേക്ക് കടന്ന് 100 കിലോമീറ്റർ വരെ ഉള്ളിൽ ചെന്ന് ഉള്ള ഭീകര താവളങ്ങൾ, ഭീകരർ സൃഷ്ടിക്കുന്ന ഫാക്ടറികൾ, ഇല്ല എന്ന് പാകിസ്ഥാൻ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഭീകര താവളങ്ങളിൽ ചെല്ലുന്നു. അതിൻ്റെ ഒരു മറുപടി എന്നോണം, അല്ലെങ്കിൽ അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ചെറുമീനുകൾക്ക് പിന്നാലെ പോവില്ല, ചെറു ക്യാമ്പുകൾക്ക് പിന്നാലെ പോവില്ല, വി വിൽ സ്ട്രൈക്ക് അറ്റ് ദ ഹെഡ്ക്വാർട്ടേഴ്സ്, ഭീകരതയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ അടിച്ചിരിക്കും എന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ നാണം കെട്ടു. കാര്യം ഇത് ലോകത്തിന് മുന്നിൽ വളരെ പരസ്യമായി വെളിവായി എവിടെയൊക്കെയാണ് ഭീകര താവളങ്ങൾ ഉണ്ടായിരുന്നതും എവിടെയൊക്കെയാണ് ഭാരതം അടിച്ചതെന്നും. അവിടെയും ഭാരതം ഒരു സമീപനം കാണിച്ചു. അന്ന് സേനാ കേന്ദ്രങ്ങൾ, വ്യോമ കേന്ദ്രങ്ങൾ, എയർബേസുകൾ ഇതൊക്കെ നമ്മുടെ പരിധിക്കുള്ളിൽ തന്നെയായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അത് ചെയ്തില്ല. പക്ഷേ ആ അടി കൊടുത്ത് ഭാരതം അവിടെ നിർത്തി. ഇതാണ് മറുപടി എന്ന് പറഞ്ഞിട്ട് എവിടെ പോയി ഒളിച്ചാലും നിങ്ങൾ ചിന്തിക്കാനാവാത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞെടുത്ത് ഭാരതം നിർത്തി. പക്ഷെ പിന്നെ എന്താണ് കണ്ടത്? പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചു പ്രകോപനം ഉണ്ടായത് ഭാരതത്തിലെ ജനവാസ മേഖലയിൽ ഭാരതത്തിന്റെ സൈന്യത്തിന് നേരെ പ്രകോപനം ഉണ്ടായപ്പോഴാണ്. എന്നാൽ പിടിച്ചോ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് വ്യോമതാവളങ്ങൾ, പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ, അവരുടെ തന്ത്രപ്രധാനമായ മേഖലകൾ, റാവൽപിണ്ടിയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള അവരുടെ വ്യോമതാവളത്തിന്റെ ഈ താവളത്തിനകത്തെ എക്യുപ്മെന്റ്സിനപ്പുറത്തേക്ക് ഈ എക്യുപ്മെന്റ്സുമായി യുദ്ധവിമാനം പറന്നു പോകണമല്ലോ, ആ റൺവേ പൂർണ്ണമായും തകർത്തതോടുകൂടിയാണ് വലിയ പ്രതിരോധത്തിലേക്ക് പാകിസ്ഥാൻ പോയത്. അവർ കാണിച്ചു കൂട്ടിയ ക്രൂരത എത്ര ഹീനമാണെന്നുള്ളതിന് നേർസാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ ദിവസം നമുക്ക് കഴിഞ്ഞിരുന്നു. ജിഷ്ണു തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടും അല്പസമയം കഴിഞ്ഞ് പുത്തൻപുരയിൽ നമുക്ക് കാണിക്കാൻ കഴിയുന്നതാണ്. അവരുടെ ആക്രമണം എന്ന് പറയുന്നത് കൃത്യമായി പട്ടണത്തിന് നടുവിലേക്ക്, ജനവാസ മേഖലകളിലേക്ക്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നെയ്ബർഹുഡുകളിലേക്ക്, അതിനൊപ്പം തന്നെ അവിടെ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ എന്താണ്, 1971 യുദ്ധകാലത്ത് പോലും ഉണ്ടാവാത്ത രീതിയിലുള്ള
ആക്രമണം, ജീവനെടുക്കുന്ന ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ജിഷ്ണു, അപ്പോൾ നമുക്ക് ചില ലൈവ് റിപ്പോർട്ടുകൾ നോക്കിയതിനു ശേഷം തിരിച്ചു വരാം. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ തയ്യാറാണ്. ഗൗതം, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ രാജ്യത്തോടുള്ള അഭിസംബോധന, പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വളരെ കൃത്യമായി പാകിസ്ഥാനെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതുൾപ്പെടെ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ ഒരു തരത്തിലും പിറകോട്ടു പോകില്ല എന്ന് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ അതൊരു തുടർന്നു പോകുന്ന പ്രക്രിയയായിരിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളും ഭീകര ശക്തികളെയും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന നമ്മുടെ അയൽ രാജ്യത്തെയും എത്രത്തോളം പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് ഗൗതം? ജിഷ്ണു, പ്രദീപിള്ള, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹം കൃത്യമായും പാകിസ്ഥാനും അതുപോലെ തന്നെ പാകിസ്ഥാൻ വളർത്തുന്ന ഭീകര ശക്തികൾക്കും താക്കീത് നൽകുന്നതും മുന്നറിയിപ്പ് നൽകുന്നതുമായിരുന്നു. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇനിയും ഭാരതത്തിന്റെ നിലപാട് എന്താകും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങൾ തന്നെ അത് ഉറ്റുനോക്കി. അതിൽ കൃത്യമായി ഇന്നലെ രാത്രിയിൽ പ്രധാനമന്ത്രി അതിന് മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു. അതായത് പാകിസ്ഥാനുമായി ചർച്ചകൾ രണ്ട് വിഷയങ്ങളിൽ മാത്രമാണ് എന്ന് പ്രധാനമന്ത്രി ഊന്നി പറയുന്നുണ്ട്. അത് ആ രണ്ട് വിഷയങ്ങൾ എന്നത് ഒന്ന് ഭീകരതയാണ്. കാരണം പാകിസ്ഥാനോട് മറ്റു വിഷയങ്ങളൊന്നും അല്ല ചർച്ച ചെയ്യാനുള്ളത്. അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന, അവർ ലോകത്തേക്ക് കയറ്റി അയക്കുന്ന ഭീകരതയെ പറ്റിയാണ് ചർച്ച ചെയ്യാനുള്ളത്. രണ്ടാമത്തെ വിഷയം POJKയുമായി ബന്ധപ്പെട്ടതാണ്. പാക് അധീന ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാകിസ്ഥാനുമായി ചർച്ച ചെയ്യും. അതിലുപരിയായി മറ്റൊരു തരത്തിലുള്ള വിഷയങ്ങളിലും പാകിസ്ഥാനുമായി തൽക്കാലം ചർച്ചയ്ക്കില്ല എന്ന് കൃത്യമായി തന്നെ അടിവരയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ്. ഒപ്പം അദ്ദേഹം ഭീകര ശക്തികൾക്ക് കൃത്യമായ താക്കീത് അദ്ദേഹം നൽകിയത് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഭാരതം നടത്തിയ ആക്രമണം എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ബഹാവൽപൂര് ജെയ്ഷെ മുഹമ്മദിന്റെയും അതുപോലെ തന്നെ മുറീക്കെ ലഷ്കർ ഇ തോയ്ബയുടെയും ഹെഡ്ക്വാർട്ടേഴ്സുകൾ അടിച്ചു തകർത്തു എന്നതിലൂടെ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എന്നത് ഗ്ലോബൽ ടെററിസ്റ്റ് യൂണിവേഴ്സിറ്റീസ് എന്നാണ് അദ്ദേഹം ഈ രണ്ട് സ്ഥലങ്ങളെ വിശേഷിപ്പിച്ചത്. അതായത് ആഗോള ഭീകരവാദത്തിന്റെ സർവകലാശാലകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം, ഭാരതത്തിലെ പഹൽഗാമിൽ നടന്ന ആക്രമണം മാത്രമല്ല ഒരു ഭീകരാക്രമണത്തിന്റെ കേന്ദ്രം എന്നതിലുപരി 2001 സെപ്റ്റംബർ 11, അതായത് അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ അടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഭീകരാക്രമണം, ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ച ഭീകരാക്രമണങ്ങളുടെ ആസൂത്രണം നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ മുറീക്കയും അതോടൊപ്പം തന്നെ ബഹാവൽപൂരും. അങ്ങനെ ആഗോളതലത്തിൽ തന്നെ ഉയർന്നുകൊണ്ട് നിൽക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തിന്റെ യൂണിവേഴ്സിറ്റികൾ, ഗ്ലോബൽ ടെററിസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഭാരതം തകർത്തു എന്ന് പറയുമ്പോൾ അത് ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ നൽകുന്ന കൃത്യമായ സന്ദേശമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ അടിക്കടി നടത്തുന്ന ഭീഷണികൾ, അത്തരം ഭീഷണികൾ വിലപ്പോകില്ല എന്ന കൃത്യമായ സന്ദേശവും പാകിസ്ഥാന് പ്രധാനമന്ത്രി നൽകുന്നുണ്ടായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ പാകിസ്ഥാനിലെ ചില നേതാക്കൾ അവിടെ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഭീഷണി മുഴക്കാറുണ്ട്, വീമ്പ് പറയാറുണ്ട്. അത്തരം വീമ്പ് പറച്ചിൽ പാകിസ്ഥാനിൽ നടത്തിക്കോ, പക്ഷെ അത് ഭാരതത്തിന്റെ നേരെ നോക്കി നടത്തേണ്ടതില്ല. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആണവായുധം എടുത്ത് വേണമെങ്കിൽ അവിടേക്കും ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് അറിയാം എന്ന ധ്വനിയുള്ള സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രസക്തമായ കാര്യം എന്നത് ആധുനിക കാലത്തെ യുദ്ധമുഖത്ത് ഭാരതത്തിന്റെ വീര്യവും ഭാരതത്തിന്റെ കരുത്തും ലോക സമൂഹം, ലോകരാഷ്ട്രങ്ങൾ അറിഞ്ഞു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണല്ലോ ഇത്തരം ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതായത് 1999 കാർഗിൽ യുദ്ധം നടന്നതിന് ശേഷം, അതിനുശേഷം അത് നടക്കുന്നതിന് നമുക്കറിയാം 20-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും അവസാനമാണ്. ഇത് 21-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. അപ്പോൾ 21-ാം നൂറ്റാണ്ടിന്റെ ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒരു യുദ്ധമുഖത്ത് ഭാരതം എത്തുന്നത് ആദ്യമായാണ്. അതിനിടയിൽ നിരവധി സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഭീകരവാദികൾക്ക് തക്ക മറുപടികൾ കൊടുത്തു. 2016 ഉറിക്ക് പകരമായി സർജിക്കൽ സ്ട്രൈക്ക് POJKയിൽ നടന്നു. 2019 പുൽവാമയ്ക്ക് പകരമായി നമ്മൾ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം അവിടെ എയർ സ്ട്രൈക്ക് നടത്തി.
ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് നടത്തുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു വലിയ തിരിച്ചടി നൽകുന്നത്. പക്ഷേ ഇതൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു പരസ്യമായ ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് അത് 21ാം നൂറ്റാണ്ടിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യമായി ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ അത്യാധുനിക കാലഘട്ടത്തിൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് അടുത്ത നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ യുദ്ധമുഖങ്ങൾ കൂടുതൽ അത്യാധുനികമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഡ്രോണുകൾ പോലുള്ള ആയുധങ്ങൾ വന്നു, അത്യാധുനികമായ മിസൈലുകൾ വന്നു, പോർ വിമാനങ്ങളുടെ സ്വഭാവങ്ങൾ മാറി, അതിൻ്റെ ടെക്നോളജികൾ അത്രത്തോളം മാറി, പുതിയ റഡാർ സിസ്റ്റങ്ങൾ വന്നു. അങ്ങനെ പുതിയ കാലത്തെ യുദ്ധമുഖത്തും ഭാരതത്തിൻ്റെ വീര്യവും ഭാരതത്തിൻ്റെ ശക്തിയും ലോകം തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഒരു ഭാഗത്ത് ചൈനയ്ക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ചൈന ഒരു പ്രധാനപ്പെട്ട സൈനിക ശക്തിയൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ അങ്ങ് വടക്ക് ലഡാക്കിലെ അതിർത്തിയിലുമൊക്കെ അനാവശ്യമായ പ്രകോപനം ഇടയ്ക്കിടയ്ക്ക് ചൈന നടത്താറുണ്ട്. അതിനാൽ ചൈനയ്ക്കും കൃത്യമായിട്ടുള്ള സന്ദേശമാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഗൗതം, ഇതിൽ 2-3 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായി. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേര് അദ്ദേഹം എടുത്തു പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു പേരല്ല, ഇതൊരു അഖണ്ഡ പ്രതിജ്ഞയാണ്. അതിന്റെ പരിണാമമാണ് മെയ് 6 രാത്രി, മെയ് 7 പുലർച്ചെ ലോകം കണ്ടത്. 2, ഇനി ഒരു വിട്ടുവീഴ്ചയുമില്ല. പാകിസ്ഥാൻ അതിൻ്റെ സർവനാശത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഈ ഭീകരവാദം പാകിസ്ഥാനെ നശിപ്പിക്കും എന്ന് അദ്ദേഹം പറയുന്നു. 3, പാകിസ്ഥാന്റെ ആക്രമണ പ്രതിരോധ സംവിധാനം എത്ര ദുർബലമാണെന്ന് നാം ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്തു എന്ന് പ്രധാനമന്ത്രി തുറന്നു പറയുന്നു. ഒട്ടും അപ്പോളജറ്റിക് ആയിട്ടല്ല അദ്ദേഹം പറയുന്നത്. എന്നിട്ട് പറയുന്നു നമ്മൾ സസ്പെൻഡ് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ആക്ഷൻ നമ്മൾ തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നു. പക്ഷെ ഏത് നിമിഷം എന്ത് പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാലും അതിന് കനത്ത വില കൊടുക്കേണ്ടി വരും എന്ന് അദ്ദേഹം തുറന്ന് വളരെ കൃത്യമായ ശക്തമായ ഭാഷയിൽ പറയുന്നു. ഗൗതം, പ്രദീപിള്ള അത് തന്നെയാണ്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് അതിൻ്റെ ആദ്യഘട്ടമാണ് ഈ നടന്നത് എന്ന് സൈന്യം വ്യക്തമാക്കി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടിവരയിട്ട് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഭീകരവാദത്തെ പൂർണ്ണമായി അവസാനിപ്പിക്കാതെ പാകിസ്ഥാൻ ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിക്കുന്ന ഭീകര ക്യാമ്പുകളും അവിടെ നിന്നും രൂപപ്പെടുന്ന ഭീകരവാദികളെ ഏറ്റവും അവസാനത്തെ ഭീകരവാദിയെയും കൊലപ്പെടുത്തിയാൽ മാത്രമേ ഈ ഓപ്പറേഷൻ അവസാനിക്കുന്നുള്ളൂ എന്ന് കൃത്യമായ സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്നു. ഒപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് എന്തുകൊണ്ടിട്ടു, അല്ലെങ്കിൽ ആ നാമം എത്രത്തോളം ഭാരതം എന്ന ഈ വിശാലമായ രാഷ്ട്രത്തിൻ്റെ വികാരമാണ് എന്നതിനെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. കാരണം ഭാരതത്തിലെ അമ്മമാരുടെയും അതോടൊപ്പം തന്നെ പെങ്ങന്മാരുടെയും സിന്ദൂരമാണ് ഭീകരവാദികൾ മായ്ച്ചു കളഞ്ഞത്. അങ്ങനെ സിന്ദൂരം മായ്ച്ച ഭീകരവാദികളെ ഭസ്മമാക്കി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് കേവലം ഒരു നാമമല്ല, മറിച്ച് അത് ഈ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയെയും ഈ രാഷ്ട്രത്തിൻ്റെ വികാരത്തെയും കൃത്യമായി പ്രതിഫലിക്കുന്ന ഒന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന നാമം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ അഭിസംബോധന ആരംഭിക്കുന്നത് തന്നെ. അതിനുശേഷം അദ്ദേഹം നമ്മുടെ സൈന്യത്തിൻ്റെ വിജയത്തെ പറ്റിയും നമ്മുടെ സൈന്യത്തിൻ്റെ ശക്തിയെ പറ്റിയും അദ്ദേഹം കൃത്യമായിട്ട് തന്നെ വിലയിരുത്തുന്നുണ്ടായിരുന്നു. നമ്മുടെ എയർ റഡാർ സിസ്റ്റങ്ങൾ, അതോടൊപ്പം തന്നെ എയർ ഡിഫൻസ് സിസ്റ്റം, പ്രത്യേകിച്ച് ആകാശക്ക പോലെയുള്ള തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണ് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ ഈ ഒരു ഏറ്റുമുട്ടലിനിടയിൽ ഭാരതത്തിന് സാധിച്ചു എന്ന് പ്രധാനമന്ത്രി നമ്മുടെ 3 സേനാ വിഭാഗങ്ങളെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്റലിജൻസ് വിഭാഗങ്ങളെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ എല്ലാം പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഒപ്പം പാകിസ്ഥാന് ഭാരതം നൽകിയ കനത്ത തിരിച്ചടി, ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഈ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനെ പറ്റി മെയ് 6 രാത്രിയും മെയ് 7-ാം തീയതി പുലർച്ചെയുമായി ഓപ്പറേഷൻ സിന്ദൂർ തുടക്കം കുറിച്ചത് 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടാണ്. അതിന്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിന് ശേഷം പിന്നീട് പാകിസ്ഥാന് സൈനികമായി നൽകിയ തിരിച്ചടിയെ പറ്റിയും പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. കാരണം റാവൽപിണ്ടിയിലെ എയർബേസിന്റെ റൺവേ ഉൾപ്പെടെ തകർത്തത് നൂർഖാൻ എയർബേസും അതോടൊപ്പം തന്നെ രാജസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ റഹീം യാർ ഖാൻ എയർബേസും, ഈ 2 എയർബേസുകൾക്കും കനത്ത നാശനഷ്ടം ഭാരതത്തിന്റെ മിസൈൽ ആക്രമണത്തിൽ ഉണ്ടായി. ഈ 2 എയർബേസുകളുടെയും
റൺവേ ഉൾപ്പെടെ തകർത്തുകൊണ്ടുള്ള വലിയ പ്രത്യാക്രമണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിൽ ഈ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് നമുക്കറിയാം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സേനാ ആസ്ഥാനത്തോട് ചേർന്നുള്ള എയർബേസ് ആണ്. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും 15 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ നൂർഖാൻ എയർബേസ് ആണ് അവരുടെ VVIP മൂവ്മെന്റുകൾക്കായി ഉപയോഗിക്കുന്നത്. അവരുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിമാരും ഒക്കെ യാത്ര ചെയ്യുന്നത് ഈ വിമാനത്താവളത്തിന്റെ എയർബേസ് ഉപയോഗിച്ചുകൊണ്ടാണ്. മാത്രമല്ല ബേനസീർ ഭൂട്ടോ അന്താരാഷ്ട്ര വിമാനത്താവളം, ഇസ്ലാമാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളം എന്നത് ബേനസീർ ഭൂട്ടോയുടെ പേരിൽ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പിന്നീട് ഭീകരർ തന്നെ കൊല്ലുകയും ഒക്കെ ചെയ്ത വനിതാ നേതാവ് ബേനസീർ ഭൂട്ടോയുടെ പേരിലുള്ള ആ വിമാനത്താവളത്തോട് ചേർന്നാണ് ഈ എയർബേസും വരുന്നത്. അതിനാൽ എയർബേസ് അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ വിറച്ചുപോയി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭീകരവാദികൾക്കും പാകിസ്ഥാനും ശക്തമായ സന്ദേശം നൽകി. ഒപ്പം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത് ഈ വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി എടുത്തു പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ മെയ് 10-ാം തീയതി വൈകിട്ട് 5 മണിക്ക് വെടിനിർത്തലിന് 2 രാജ്യങ്ങളും ധാരണയായപ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്ന ഒരു ചോദ്യം എന്നത് വെടിനിർത്തലിന് ധാരണയായല്ലോ, അതിനാൽ തന്നെ നയതന്ത്ര തലത്തിൽ ഭാരതം എടുത്തിട്ടുള്ള ചില കടുത്ത തീരുമാനങ്ങളിൽ നിന്നും ഭാരതം പിന്നോട്ട് പോകുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സിന്ധു നദീജലവും അതോടൊപ്പം തന്നെ അതിന്റെ പോഷക നദികളിൽ നിന്നുമുള്ള ജലം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1960-ൽ നെഹ്റുവും ലിയാഖത്ത് ഖാനും തമ്മിൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റും തമ്മിൽ ഒപ്പുവെച്ച കരാർ അത് റദ്ദാക്കിയ ഭാരതത്തിന്റെ തീരുമാനത്തിൽ നിന്നും നമ്മൾ പിന്നോട്ട് പോകുന്നുണ്ടോ? കാരണം വെടിനിർത്തലായി, അതിനാൽ തന്നെ നയതന്ത്ര തലത്തിൽ ഇനിയും വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമോ എന്ന ചോദ്യം പല സ്ഥലങ്ങളിലും ഉയർന്നതാണ്. എന്തായാലും അതില്ല എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല. പാകിസ്ഥാൻ ആദ്യം ഭീകരവാദ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കട്ടെ, അതിനുശേഷം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നതായിരുന്നു പ്രധാനമന്ത്രി നൽകിയ സന്ദേശം. പ്രദീപ് പിള്ള. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കുമായി സമർപ്പിക്കുന്നതായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. സായുധ, സൈനിക, രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും ശാസ്ത്രജ്ഞർക്കും ബിഗ് സല്യൂട്ട് നൽകിയാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ അഭിസംബോധന നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നതൊരു പേര് മാത്രമല്ല, രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ വികാരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആണവായുധ ഭീഷണി ഇനി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഭാരതം ക്ഷമിക്കില്ല എന്നും പറഞ്ഞ നരേന്ദ്രമോദി ഭീകരവാദികൾക്കും പാകിസ്ഥാൻ സൈന്യത്തിനുമെതിരെ നീക്കങ്ങൾ താൽക്കാലികമായാണ് നിർത്തിവച്ചിരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ അഭിസംബോധനയിൽ പറഞ്ഞു. मैं सबसे पहले भारत की पराक्रमी सेनाओं को, सशस्त्र बलों को, हमारी खुफिया एजेंसियों को, हमारे वैज्ञानिकों को, हर भारतवासी की तरफ से सैल्यूट करता हूं. മതം ചോദിച്ച് സാധാരണക്കാരെ കൊലപ്പെടുത്തിയ പാക് ഭീകരർക്കുള്ള മറുപടി. ഭീകരരെ മണ്ണോട് ചേർക്കാൻ സൈനിക വിഭാഗങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. हमने आतंकवादियों को मिट्टी में मिलाने के लिए भारत की सेनाओं को पूरी छूट दे दी और आज हर आतंकी, आतंक का हर संगठन जान चुका है कि हमारी बहनों बेटियों के माथे से सिंदूर हटाने का अंजाम क्या होता है. ആഗോള ഭീകരതയുടെ സർവകലാശാലകളാണ് തകർത്തത്. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ അടക്കം ലോകത്തിലെ വലിയ ഭീകരാക്രമണങ്ങളുടെ പ്രഭവൽ കേന്ദ്രങ്ങളാണ് ഭാരതം ചുട്ടരിച്ചത്. बहावलपुर और मुरिद के जैसे आतंकी ठिकाने एक प्रकार से ग्लोबल टेररिज्म की यूनिवर्सिटीज रही है. दुनिया में कहीं पर भी जो बड़े आतंकी हमले हुए हैं, चाहे 9/11 हो, चाहे लंदन ट्यूब बॉम्बिंग हो, या भारत में दशकों से जो बड़े बड़े आतंकी हमले हुए, उन सब के तार कहीं ना कहीं आतंक के इन्हीं ठिकानों से जुड़ते रहे हैं. ഭാരതത്തിന്റെ പ്രത്യാക്രമണം അവസാനിപ്പിക്കണമെന്ന അപേക്ഷയുമായി പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾക്ക് മുന്നിലെത്തി. ഒടുവിൽ ഭീകരവാദ പ്രവർത്തനങ്ങളും സൈനിക നീക്കങ്ങളും അവസാനിപ്പിക്കുന്നതായി ഭാരതത്തിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനോടുള്ള അപേക്ഷ പരിഗണിച്ചു. पाकिस्तान दुनिया भर में तनाव कम करने के लिए गुहार लगा रहा था और बुरी तरह पीटने के बाद इसी मजबूरी में 10 मई की दोपहर को पाकिस्तानी सेना ने हमारे डीजीएमओ को संपर्क किया. तब तक हम आतंकवाद के इंफ्रास्ट्रक्चर को बड़े पैमाने पर तबाह कर चुके थे.
പാകിസ്ഥാനുമായി ഇനി 2 ചർച്ചകൾ മാത്രം. ഒന്ന് ഭീകരവാദം സംബന്ധിച്ച്, മറ്റൊന്ന് പാക് അധിനിവേശ ജമ്മു കാശ്മീർ സംബന്ധിച്ച്. ഭാരതത്തിന്റെ നിലപാട് വ്യക്തം. टेरर और टॉक एक साथ नहीं हो सकते. टेरर और ट्रेड एक साथ नहीं चल सकते. और पानी और खून भी एक साथ नहीं बह सकता. अगर पाकिस्तान से बात होगी तो टेररिज्म पर ही होगी. अगर पाकिस्तान से बात होगी तो पाक ऑक्युपाइड कश्मीर पीओके उस पर ही होगी. ജനം, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് പ്രേക്ഷകർ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി പരിശോധിക്കുമ്പോൾ, ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെതിരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രഖ്യാപനങ്ങളെ പിന്തുണച്ചുകൊണ്ട് രാജ്യത്തെ കൂടുതൽ മുഖ്യമന്ത്രിമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഉത്തർപ്രദേശ്, ഡൽഹി, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് പ്രധാനമന്ത്രി ഇന്നലെ രാഷ്ട്രത്തോട് നടത്തിയ അഭിസംബോധനയെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. ആണവായുധത്തിന്റെ പേര് പറഞ്ഞ ഭാരതത്തെ ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ടെന്നും വെള്ളവും ചോരയും ഒരേ സമയം ഒഴുകില്ല എന്നുമായിരുന്നു പാകിസ്ഥാന് ഇന്നലെ പ്രധാനമന്ത്രി നൽകിയ മുന്നറിയിപ്പ്. പാകിസ്ഥാനുമായി ഇനി ചർച്ച തീവ്രവാദം, പാക് അധിനിവേശ കാശ്മീർ എന്നീ വിഷയങ്ങളിൽ മാത്രമാണെന്നും നരേന്ദ്രമോദി അറിയിച്ചിരുന്നു. ഭീകരവാദത്തിനെതിരായ ഭാരത നിലപാടിന്റെ ശരിയായ പ്രഖ്യാപനമെന്നാണ് ഇതിനെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിശേഷിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു സൈനിക നടപടി മാത്രമല്ല, പകരം നമ്മുടെ സഹോദരിമാരുടെയും പുത്രിമാരുടെയും സുരക്ഷയും ഇതിന്റെ ലക്ഷ്യമാണ്. അവരുടെ കണ്ണീരൊപ്പാനും ഇതിന് കഴിയുമെന്നും യോഗി എക്സിൽ കുറിച്ചു. രാജ്യത്തെവിടെയെങ്കിലും തീവ്രവാദ പ്രവർത്തനം കണ്ടാൽ അത് രാഷ്ട്രത്തിനെതിരായ യുദ്ധമായി കണക്കാക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നൽകിയതെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ചൂണ്ടിക്കാട്ടി. टेरर और टॉक्स एक साथ नहीं हो सकते, ये प्रधानमंत्री जी ने कहा है. और बातचीत होगी तो पीओके पर, पाक ऑक्युपाइड कश्मीर पर ही बातचीत होगी, ये भी मोदी जी ने स्पष्ट किया है. प्रधानमंत्री जी ने एक और बहुत महत्वपूर्ण बात कही है, ये युद्ध का समय नहीं है, लेकिन ये टेररिज्म का भी समय नहीं है. तो एक बहुत स्पष्ट संदेश और संकेत प्रधानमंत्री जी ने दिया है. ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിലുള്ള ഭാരത നിലപാടിന്റെ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയതെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും ട്വീറ്റ് ചെയ്തു. ഇതിനു പിന്നാലെ കൂടുതൽ മുഖ്യമന്ത്രിമാർ പാകിസ്ഥാനെതിരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തെ പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം. പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ നിരവധി പേർക്കാണ് ജീവൻ രക്ഷപ്പെട്ടത്. പൂഞ്ചിൽ ഒട്ടേറെ പേരെ രാത്രിക്കു രാത്രി മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് സുരക്ഷാ സേന നടത്തിയ ദൗത്യമാണ് കൂടുതൽ ജീവൻ പൊലിയാതെ കാത്തത്. പൂഞ്ചിലെ ക്രൈസ്റ്റ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളായ സിയാൻ ഖാനും സഹോദരി ഉർവ ഫാത്തിമയും കൊല്ലപ്പെട്ടവരിൽ പെടുന്നു. ആ പൂഞ്ചിലെ ഷെൽ ആക്രമണ മേഖലയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പൂഞ്ച്, രജൌരി ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകൾ നിലവിൽ ശാന്തമാണെങ്കിലും കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി യാതൊരു തരത്തിലുമുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എങ്കിൽ പോലും 9, 10 തീയതികളിൽ അതിരൂക്ഷമായ ഷെല്ലാക്രമണമാണ് പൂഞ്ച് മേഖലയിൽ നടന്നിട്ടുള്ളത്. ഞാനിപ്പോഴുള്ളത് പൂഞ്ചിലാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അതിർത്തി മേഖലയിൽ പൂഞ്ച് നഗരത്തിലാണ് ജനവാസ മേഖലയിലേക്ക് ഷെല്ലാക്രമണം നടത്തിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്താണ് പൂഞ്ചിൽ ക്രൈസ്റ്റ് സ്കൂളിന് സമീപം ആ ക്രൈസ്റ്റ് സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ, ഒരേ വീട്ടിലെ 2 കുട്ടികൾ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള വെടിവെപ്പും ഷെല്ലാക്രമണവും ഉണ്ടായതോടുകൂടി വീട്ടിൽ നിന്ന് കുടുംബത്തോടൊപ്പം പുറത്തേക്ക് മറ്റ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോഴാണ് ആ കുട്ടികൾക്ക് നേരെ ഷെല്ലാക്രമണം ഉണ്ടായിട്ടുള്ളത്. പാകിസ്ഥാന്റെ മര്യാദഘട്ട പ്രകോപനം ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകൾ അടിച്ചു തകർത്തപ്പോൾ
ഇപ്പോൾ പൂഞ്ച് ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിലേക്ക്, അതിർത്തിക്കടുത്തുള്ള ജനവാസ മേഖലയിലേക്ക് ഷെല്ലാക്രമണം നടത്താനാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിട്ടുള്ളത്. ഈ നിലവിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ആളുകൾ പൂർണ്ണമായും പുറത്ത് മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലായിരുന്നു. കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി പ്രകോപനങ്ങൾ, വെടിവെപ്പ്, ഷെല്ലാക്രമണം ഇല്ലാത്തതിനാൽ വീടുകളിലേക്ക് ആളുകൾ തിരിച്ചെത്തി തുടങ്ങുകയാണ്. സ്വന്തം വീടിൻ്റെ അവസ്ഥ അവർ പരിശോധിക്കുകയാണ്. ഇവിടെ ആളുകൾ വീടുകളിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. भाईजान आपका नाम क्या है? मेहताब दिन। क्या हुआ था इधर उस दिन 9-10 तारीख को? क्या क्या हुआ था सर? 10 को नहीं हुआ, ये हमारा 7 को सुबह मॉर्निंग में हुआ था। क्या हुआ था? हम उस टाइम ऊपर थे, सुबह 3 बजे यहाँ पे आ गए थे, नीचे इसमें आ गए थे, बेसमेंट में आ गए थे। हाँ जी। ये पूंछ में क्या क्या हुआ था? क्योंकि हम लोग इधर देखने के टाइम सभी शटर के सामने, घर के सामने सब टूटा हुआ है। हाँ जी। सर पहला बम मुझे लगता है जो ऊपर पड़ा, फ्रंट पे पड़ा, ऊपर की कंडीशन आप खुद देख लेना। फिर दूसरा यहाँ पे पड़ा दूसरी स्टोरी में, तो फिर जो यहाँ पे पड़ा, तीसरे वाला यहाँ पे पड़ा, 3 एक साथ ही पड़े। और ये गिल्ली के पास है 2 बच्चे मर गया। सर ये साथ वाले मकान में रेंट पे रहते थे, तो रिलेटिव थे वो हमारे, तो वो बाहर निकले, गाड़ी मंगवाई उन्होंने घर से। जब ये बमबारी शुरू हुई तो वो यहाँ से बेचारे निकलते ही यहीं पे गली में जो है कि। वो बच्चे के नाम क्या है? ज़ेहान और जोया, एक का नाम ज़ेहान है, एक का जोया। कई बाकी लोगों को क्या कुछ गड़बड़ हो गया? बाकी लोगों की सर बाकी लोगों को और तकरीबन ठीक है। यहाँ पे मेरे ही मकान पे पड़े, उनके पे नहीं पड़े थे, वो बेचारे निकल रहे थे घर पे। मुझे लगी यहाँ पे लगी है, यहाँ पे स्प्लिटर लगा था, यहाँ पे लगा है, यहाँ पे मिसिस को लगा है गोड़े में। बच्चे थे हमारे 2, वो भी बच गए। അദ്ദേഹത്തിന് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ആ പരിക്കുകളാണ് കാണിച്ചു തന്നിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അവരുടെ റിലേറ്റീവായിട്ടുള്ള, ബന്ധുക്കളായിട്ടുള്ള 2 കുട്ടികൾ കൂടിയാണ്. ഈ വീടിൻ്റെ മുകൾ നിലയിലാണ് ഷെല്ല് പതിച്ചിട്ടുള്ളത്. തീർച്ചയായും വലിയ രീതിയിൽ എത്രത്തോളം അപകടം ഇവിടെ ആ ഷെല്ലാക്രമണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും കാണാൻ സാധിക്കും. ഈ വീടിൻ്റെ മുകൾ നിരയിലാണ് ഇത്തരത്തിൽ ഷെല്ല് വന്ന് പതിച്ചിട്ടുള്ളത്. വലിയ നാശനഷ്ടം വീടിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ വീടിൻ്റെ 2ാം നിലയിലേക്കാണ് ഷെല്ല് പതിച്ചിട്ടുള്ളത്. പൂഞ്ച് മേഖലയിലെ ഒരുവിധം എല്ലാ മേഖലകളിലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത്തരം ദൃശ്യങ്ങളാണ്. ഇത്തരത്തിൽ ജനവാസ കേന്ദ്രങ്ങളിൽ അതിശക്തമായ അക്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായതുകൊണ്ട് തന്നെയാകണം പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളിലും വ്യോമ കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ മിസൈലുകൾ പായിപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം അത്രയധികം നാശനഷ്ടങ്ങളാണ് ഭാരതത്തിൻ്റെ അതിർത്തി മേഖലയിൽ, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പൂഞ്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിൻ്റെ 2ാം നിലയിലാണ് ഷെല്ല് വന്ന് പതിച്ചിട്ടുള്ളത്. ഇതിന് താഴെ ഈ ഇടവഴിയിലാണ് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങൾ ഈ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഈ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന ഇപ്പോൾ സുരക്ഷാ സേന നടത്തി വരുന്നുണ്ട്. ഒപ്പം പ്രതിരോധ നിര ശക്തമാക്കിക്കൊണ്ട് ഇനിയൊരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന കൃത്യമായ, അതിശക്തമായ എന്ന് പറയുമ്പോൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സർവനാശം കാണുന്ന തിരിച്ചടി ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നതിന് കാരണവും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിന് ലഭിച്ചതുകൊണ്ട് തന്നെയാകും. ഏതായാലും വലിയ നാശനഷ്ടം പൂഞ്ച് മേഖലയിൽ പാകിസ്ഥാന്റെ പ്രകോപനം മൂലം ഉണ്ടായിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങൾ മരിച്ചു. കൂടാതെ മറ്റ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 16 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു ജവാൻ പൂഞ്ച് മേഖലയിൽ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. പൂഞ്ച് മേഖലയിൽ, പൂഞ്ചിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയ മേഖലയിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം. ജിഷ്ണു, ദിവസങ്ങൾ ഇത്രയും പിന്നിട്ടു, പക്ഷെ ആ നടുക്കം മാറിയിട്ടില്ല. നമ്മൾ കണ്ട കാഴ്ചകൾ നടുക്കുന്നതാണ്. കാര്യം ആ ആക്രമണത്തിൻ്റെ ഭീകരത എത്രമാത്രമുണ്ടെന്ന് ആ കെട്ടിടത്തിൻ്റെ തകർന്ന ചുവരുകൾ, ജനലുകൾ, അവിടെ ചിന്നിച്ചിതറി കിടക്കുന്ന ചില്ല് കഷ്ണങ്ങൾ, അസ്ഥികൂടം മാത്രമായി അവശേഷിക്കുന്ന ആ ഇരുചക്ര വാഹനങ്ങൾ, പുറത്ത് മെയിൻ റോഡിൽ തകർന്നു കിടക്കുന്ന ആ കാറ്, സ്കൂട്ടർ, ഒപ്പമുള്ള കടകൾ, അങ്ങനെ
ഒരു നരനായാട്ടിന്റെ അല്ലെങ്കിൽ ഹീനമായ ഒരു വേട്ടയുടെ ജനവാസ മേഖലയിൽ നാശനഷ്ടമാണ് മേഖലയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇത് വളരെ കൃത്യമായി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്ന മുൻകരുതലോടുകൂടി അവിടെ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ മാറ്റി താമസിപ്പിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് പൂഞ്ച് മേഖലയിൽ, അതായത് ഈ ഡ്രോണുകൾ എത്തുമ്പോൾ നമുക്ക് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിനെ തകർക്കാൻ സാധിക്കും. ഷെല്ലുകൾ വന്ന് പതിക്കുന്ന സ്ഥലത്ത് ആളുകളെ മാറ്റി താമസിപ്പിച്ചുകൊണ്ട് ആളപായം ഒഴിപ്പിക്കുക എന്നുള്ളതാണ് പ്രതിരോധ രീതി. അത് വളരെ കൃത്യമായി ഭാരതത്തിന്റെ സുരക്ഷാ സേന പൂഞ്ച് ഉൾപ്പെടെയുള്ള അതിർത്തി ഗ്രാമങ്ങളിൽ നടത്തിയതിന്റെ ഭാഗമായി മാത്രമാണ് രാജ്യത്തിന് നിരവധി പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. ഞാനും പ്രദീപ് പിള്ളയും ഉൾപ്പെടെ നമ്മുടെ ജനൻ TV സംഘം കഴിഞ്ഞ ദിവസം രജൌരിയിൽ നിന്ന് പൂഞ്ചിൽ യാത്ര ചെയ്തിരുന്നു. രജൌരിയിൽ നിന്ന് 2 മണിക്കൂറിലധികമുള്ള യാത്ര. അവിടെ തീർത്തും ഭയാനകമായ, മുൻപ് നമ്മൾ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങൾ TV-യിൽ കാണുന്ന സമയത്തുള്ള സമാനമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. പല വീടുകളുടെയും മുകൾ നിരയിൽ ഷെല്ല് വന്ന് പതിച്ചിരിക്കുന്നു. കടകളുടെ വീടുകളിൽ, സ്കൂളിന് മുകളിലേക്ക് അതിൻ്റെ ഷെല്ലുകൾ വന്ന് പതിച്ചിരിക്കുന്നു. അത്തരത്തിൽ അതിഭീകരമായിട്ടുള്ള കാഴ്ച. പലരും രക്ഷപ്പെടാൻ വേണ്ടി സുരക്ഷാ സേനയുടെ നിർദ്ദേശം അനുസരിച്ച് വീടുകളിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഷെല്ല് വീണ് മരിച്ചിട്ടുള്ളത്. ജിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ആ 2 കുട്ടികളും അച്ഛനമ്മമാരോടൊപ്പം അവിടെ നിന്ന് പലായനം ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു. രക്ഷപ്പെട്ട് ഓടാനുള്ള ഒരുക്കത്തിൽ പുറത്തിറങ്ങുകയും അവിടെ അടിക്കുകയും ഒരുമിച്ചായിരുന്നു. രണ്ടാമത്തെ കാര്യം, ആ കുട്ടികളുടെ കാര്യം ആ സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞത്, ഇവരാരും ക്യാമറയിൽ വന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടില്ലാന്ന് നമുക്കറിയാം. അവർ ആ നടുക്കത്തിൽ നിന്ന് മാറിയിട്ടില്ല. ആ കുട്ടികൾ, അവരുടെ വീട് അവിടെ നിന്നും അല്പം അകലെ മാത്രമാണ്, 10-15 കിലോമീറ്റർ അകലെയാണ് അവരുടെ വീട്. സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് പെട്ടെന്ന് സ്കൂളിൽ പോയി വരാനുള്ള സൗകര്യത്തിനാണ് അവിടെ വന്ന് താമസിച്ചിരുന്നത്. അതാണ് ഏറ്റവും വലിയ ദുഃഖകരം. ഈ സിയാനും ഉറുവയും ഉൾപ്പെടെയുള്ളവർ അവരുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നെങ്കിൽ ആ കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി അവരുടെ പിതാവ് സ്കൂളിനടുത്ത് വീട് വാടകയ്ക്ക് എടുക്കുകയും ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ സുരക്ഷാ സേനയുടെ നിർദ്ദേശം അനുസരിച്ച് കുടുംബം ആ മേഖലയിൽ നിന്ന് പലായനം ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറുമ്പോഴാണ് പ്രേക്ഷകർ അല്പസമയങ്ങൾക്ക് മുൻപ് കണ്ട ഇടുങ്ങിയ വഴിയിൽ ഷെല്ല് വന്ന് പതിക്കുകയും അതിൻ്റെ ചീളുകൾ കയറിക്കൊണ്ട് ആ 2 കുട്ടികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഏതായാലും അത്തരത്തിലുള്ള നീചമായ പ്രകോപനങ്ങൾക്കുള്ള അതിശക്തമായ മറുപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ സൈന്യത്തിനും പാകിസ്ഥാനും ഭാരതം നടത്തിയത്. കാരണം ആദ്യം ഓപ്പറേഷൻ സിന്ദൂർ ഈസ് അഗെയിൻസ്റ്റ് ടെററിസ്റ്റ്, പക്ഷേ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ ജനങ്ങളുടെ ജീവൻ എടുത്തുകൊണ്ടുള്ള കളി പാകിസ്ഥാൻ തുടങ്ങിയപ്പോഴാണ് വളരെ കൃത്യമായി പാക് സൈന്യത്തെയും പാകിസ്ഥാനെയും ആക്രമിക്കാനുള്ള തീരുമാനം ഭാരതം കൈക്കൊണ്ടത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ആ ഭാഗ്യത്തിന് സ്കൂളിൽ ക്ലാസ് ഇല്ലാതിരുന്ന സമയത്താണ്, രാത്രിയിലാണ്, അല്ലെ പുലർച്ചെയാണ് ഈ ഷെല്ലാക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി കുട്ടികളുടെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. കാര്യം ഈ ഗല്ലിയിൽ വീണ ഷെല്ലിന്റെ ചീളുകളാണ് സ്കൂളിന്റെ മേൽക്കൂരയിലൊക്കെ തറച്ചിട്ട്, സ്കൂളിന്റെ മേൽക്കൂരയിൽ ഒക്കെ അവിടെ എപ്പാടും ചിതറിക്കിടക്കുന്ന കാഴ്ചയും നാം ഒപ്പിയെടുത്തിരുന്നു അവിടുത്തെ ഷെല്ലുകൾ. അപ്പോൾ പ്രിൻസിപ്പൽ മറ്റൊരു കരളലിയിക്കുന്ന കഥ പറഞ്ഞു. ഒരു ഗണിത അധ്യാപകന്റെ മകൻ, ആ കുട്ടി മറ്റൊരു സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അദ്ദേഹം CBSE സിലബസിൽ പഠിക്കുകയായിരുന്നു. പഠിത്തത്തിൽ അല്പം പിന്നോട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് സ്റ്റേറ്റ് സിലബസ് ഉള്ള ഈ ക്രൈ സ്കൂളിലേക്ക് അഡ്മിഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ എൻട്രൻസ് ടെസ്റ്റിൽ വലിയ മാർക്കില്ല. അപ്പോൾ ഈ അധ്യാപകൻ പറയുകയാണ്, ഈ CBSEയിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും മാർക്ക് കിട്ടില്ല, അതുകൊണ്ട് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചൊരു 60% മാർക്കൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞ അനുസരിച്ചാണ് ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ നാം കണ്ടു. പക്ഷെ അത് പ്രേക്ഷകരെ കാണിക്കാൻ പോലും കഴിയാത്ത വിധം കൊലപാതകം സംഭവിച്ചിട്ടുള്ളത്. ഈ കുടുംബം ഇവിടെ നിന്ന് മാറുകയും പെട്രോൾ നിറയ്ക്കുന്നതിന് വേണ്ടി പെട്രോൾ പമ്പിന് സമീപം വാഹനം നിർത്തുന്നു. ആ കുട്ടി പെട്രോൾ പമ്പിന് പുറത്തേക്ക് വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ ഈ റോഡിനടുത്തേക്ക് എത്തിയപ്പോഴാണ് ആ പ്രദേശത്ത് ഷെല്ല് വീഴുകയും ഷെല്ല് ദേഹത്ത് തകർച്ചു കയറിക്കൊണ്ട് ആ ദൃശ്യങ്ങൾ ആ പ്രിൻസിപ്പൽ നമുക്ക് കാണിക്കുകയുണ്ടായി. അതിഭീകരമായിട്ടുള്ള ആ ദൃശ്യങ്ങൾ. അത്തരത്തിൽ വലിയ നാശനഷ്ടവും കനത്ത ഭീകരതയും കണ്ണില്ലാത്ത ക്രൂരതയുമാണ് പാകിസ്ഥാൻ ഭാരതത്തിന്റെ ജനവാസ മേഖലയിലേക്ക് നടത്തിയത്. സൈന്യത്തിന്റെ മുൻകരുതൽ നടപടികൾ, ഇന്നലെ അവിടെ സംസാരിച്ചവരെല്ലാം പറഞ്ഞത്, സൈനികർ ഞങ്ങളെ സഹോദരന്മാരെ പോലെ കാത്തു സൂക്ഷിച്ചു. സൈന്യത്തിന്റെ ബങ്കറുകളിലേക്ക് പൗരന്മാരെ മാറ്റി പുലർച്ചെ നേരം വെളുത്തതിന് ശേഷം അവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള യാത്രാ സൗകര്യം ഒരുക്കി. അത്തരത്തിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ സൈന്യം നടത്തിയിട്ടുണ്ട്. പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനുമൊപ്പം പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പൂഞ്ചിൽ നിർഭാഗ്യവശാൽ നമുക്ക് 16 ജീവനുകളാണ് നഷ്ടമായിട്ടുള്ളത്. ഒരു സൈനികൻ ഉൾപ്പെടെ 16 ജീവനുകൾ നഷ്ടമായിട്ടുണ്ട്. അതിനൊന്നും കണക്ക് ചോദിക്കാതിരുന്നിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്.
ഇതിനൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി കെ വാര്യർ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു കാര്യം, ഈ ട്രൂപ്പ് മൂവ്മെന്റും പട്ടാളത്തിന്റെ നീക്കങ്ങളും ഒരു തരത്തിലും ചിത്രീകരിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുക്കാതിരുന്ന ഒരു കാഴ്ച ഉണ്ണിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മൾ ജിഷ്ണു ആ ഗല്ലിക്കുള്ളിലെ റിപ്പോർട്ട് തയ്യാറാക്കി പുറത്തേക്ക് വരുമ്പോഴേക്കും സൈനികരുണ്ടായിരുന്നു, അവിടെ സൈനിക വാഹനങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ അവരിറങ്ങി ജനങ്ങളോട് ചോദിക്കുകയാണ്, ഭക്ഷണ സാധനങ്ങളുണ്ടോ, വീട്ടിൽ സാധന സാമഗ്രികളുണ്ടോ, ഇല്ലെങ്കിൽ വണ്ടിയിൽ സാധനങ്ങളുണ്ട് തരാം എന്ന് പറയുന്നു. അത് ഉറപ്പാക്കിയ ശേഷമാണ് ആ ഒരു സൈനിക വാഹന വ്യൂഹം അവിടെ നിന്ന് നീങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ക്യാമറയിൽ പകർത്തുകയും ചെയ്തിട്ടില്ല ജിഷ്ണു. തീർച്ചയായും. ഒപ്പം പൂഞ്ചിലെ വിശേഷങ്ങൾ അല്ലെങ്കിൽ പൂഞ്ചിലെ ഈ ഒരു കരളലിയിക്കുന്ന കാഴ്ചകൾക്കൊപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തെ കൂടി സംസാരിച്ചതിന് ശേഷം അടുത്ത വാർത്തകളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ധനീധർ എന്ന് പറയുന്ന കോട്ടയ്ക്ക് മുകളിലാണ് ജനം ടിവി ക്യാമറമാൻ അതൊന്ന് പാൻ ചെയ്ത് ദൃശ്യങ്ങൾ കാണാം. കോട്ടയ്ക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ഈ കോട്ട 1855 ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായത്. അന്നൊരു ഗവർണറായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. ജമ്മുവിൻ്റെ ഫൗണ്ടർ, ജമ്മുവിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മഹാരാജ ഗുലാബ് സിംഗ് നിയോഗിച്ചാണ് മിയാൻ ഹാത്തു എന്ന് പറയുന്ന ഗവർണറെ രജൌരിയുടെ ഗവർണറായി. അതിനു മുമ്പ് ഒന്നിലധികം ഭരണാധികാരികൾ ഉണ്ടായിരുന്നെങ്കിലും ഇവരെയൊക്കെ മാറ്റിയിട്ടാണ് മഹാരാജ ഗുലാബ് സിംഗ് മിയാൻ ഹാത്തുവിനെ ഗവർണറായി നിയമിക്കുന്നത്. ഈ കെട്ടിടം ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്ന കല്ലുകൾ എന്ന് പറയുന്നത് മറ്റൊരു യുദ്ധത്തിൻ്റെ ബാക്കി പത്രമാണ്. മഹാരാജ രഞ്ജിത് സിംഗ് കശ്മീർ ആക്രമിച്ചപ്പോൾ തകർത്ത ജറാൽ രാജാക്കന്മാരുടെ കോട്ടകൊത്തളങ്ങളുണ്ട്. അവിടെ നിന്നുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചത്. ഇതിന് കാരണം ദോഗ്ര വംശത്തെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് താമസിപ്പിച്ച് സുരക്ഷ ഉറപ്പാക്കാനാണ്. അതിന് കാരണമുണ്ട്. ഈ കോട്ടയിരിക്കുന്ന പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. ഉണ്ണിക്കത് കാണിക്കാൻ കഴിയുമെങ്കിൽ ഈ കോട്ടയ്ക്ക് മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ രജൌരി താഴ്വര മുഴുവൻ കാണാനാകും. ഇവിടെ നിന്ന് 360 ഡിഗ്രീസ് കാഴ്ചകളുണ്ട്. 360 ഡിഗ്രി കറങ്ങി ഈ രജൌരി താഴ്വരയിലെ ഓരോ മുക്കും മൂലയും ഈ ധനീധർ കോട്ടയുടെ മുകളിൽ നിന്ന് നമുക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ സമയവും ഈ കോട്ട ഉപയോഗിച്ചിട്ടുള്ളത് പ്രതിരോധ സംവിധാനത്തിന് വേണ്ടിയാണ്. 1840-50 കാലഘട്ടത്തിൽ പണി തീർത്തത് മുതൽ ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ മേഖല ഭരിച്ചിട്ടുള്ള ആളുകൾ അതിനുശേഷം സർക്കാരിനടുത്തേക്ക് എത്തുമ്പോഴും ഇപ്പോൾ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളും എല്ലാം തന്നെ ഈ കോട്ട ഉപയോഗിക്കുന്നത് ഒരു പ്രതിരോധ സംവിധാനത്തിന് വേണ്ടിയാണ്. വളരെ കൃത്യമായി ശത്രുക്കളുടെ നീക്കം സംബന്ധിച്ചും പ്രത്യാക്രമണം നടത്താനും സാധിക്കുന്ന രീതിയിൽ അത്രയധികം വളരെ കൃത്യമായിട്ടുള്ള ഒരു മേഖലയിലാണ് ഈ ഒരു കോട്ട പണിതീർത്തിട്ടുള്ളത്. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് രജൌരി താഴ്വരയുടെ ദൃശ്യങ്ങളാണ്. വളരെ കൃത്യമായി വലിയ രീതിയിൽ സൗന്ദര്യമുള്ള ഒരു ഭൂപ്രദേശം, അതിൻ്റെ ഏറ്റവും ഉയർന്ന മേഖലയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ആ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന രജൌരി താഴ്വരയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം അതിർത്തി മേഖലയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അതിർത്തി മേഖലയോട് ചേർന്നിട്ടുള്ള മലനിരകളാണ്. നേരത്തെ കഴിഞ്ഞ ദിവസമെല്ലാം ആർമി ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ ഈ നമ്മൾ കാണുന്ന ഈ മലനിരകൾക്കും അപ്പുറത്ത് ആണ് പാകിസ്ഥാന്റെ ബോർഡർ എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മലനിരകൾക്ക് അപ്പുറത്ത് നിന്നാണ് പലപ്പോഴും ഷെല്ലാക്രമണം ഉണ്ടാകാറുള്ളത്. ഈ ഒരു മലനിരകൾക്ക് മറുവശത്ത് ഭാരതത്തിന്റെ സൈനിക ഔട്ട് പോസ്റ്റുകളുണ്ട്. അതിനപ്പുറത്ത് പാകിസ്ഥാൻ അതിർത്തി. അത്തരത്തിൽ രജൌരി മേഖല അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന രജൌരി ഗ്രാമത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ധനീധർ എന്നുള്ള കോട്ടയ്ക്ക് ധരണീധർ എന്നും പറയാറുണ്ട്. ഈ ഒരു രാജാക്കന്മാരുടെ സേനയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ധാന്യങ്ങൾ സൂക്ഷിക്കാൻ, ധാന്യങ്ങളുടെ ശേഖരമായും ധാന്യം സ്റ്റോറേജിനായും ഈ കോട്ട ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ദോഗ്ര രാജവംശത്തിൻ്റെ. ഏതായാലും ചരിത്രം ഉറങ്ങുന്ന രജൌരി, മനോഹരമായ രജൌരി താഴ്വാരം, അതിമനോഹര കാഴ്ചകൾ, ഒട്ടനവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പോന്ന ഭൂമിശാസ്ത്രപരമായും ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിലും ഒക്കെയുള്ളത് ഈ പൂഞ്ചും രജൌരിയും ഒക്കെ അടങ്ങുന്ന മനോഹരമായ പ്രദേശങ്ങളെയാണ് അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള
അനാവശ്യ ശല്യം കൊണ്ട് ഇടപെടലുകൾ കൊണ്ട് ഈ പാകിസ്ഥാൻ അലോസരം കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പാകിസ്ഥാന്റെ പ്രകോപനം, ഒപ്പം രാജ്യത്തിനകത്ത് നിലകൊള്ളുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾ, അതിന്റെ ഫലമാണ് ഇത്തരത്തിൽ രജൌരി ഉൾപ്പെടെയുള്ള മേഖലകൾ ഇന്നും അനുഭവിക്കുന്നത്. കാരണം അത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴും ഒപ്പം വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് എങ്കിൽ പോലും ഫ്ലറിഷായ രീതിയിൽ അത്തരത്തിൽ ആളുകൾക്ക് കുടുംബപരമായി എത്തുന്നതിന് പോലും ഒരു ഭയം തോന്നിക്കുന്നത് പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങളും ഒപ്പം അടിക്കടി ഉണ്ടാകുന്ന ഭീകരവാദ അല്ലെങ്കിൽ ഭീകരശക്തികളുടെ ഇടപെടലുമാണ്. ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ജമ്മു കശ്മീരിലെ കശ്മീർ താഴ്വരയ്ക്ക് പുറമെ ജമ്മു സെക്ടറിലാണ് രജൌരിയും പൂഞ്ചും ഉൾപ്പെടെയുള്ള മേഖലകൾ ഉള്ളത്. അവിടെ ഇത്തരത്തിൽ സ്ഥിതിഗതികൾ മാറി വരുന്നു. അതിർത്തി മേഖലകളിലേക്ക് പോലും റോഡ് കണക്ടിവിറ്റി എത്തുന്നു. ഭാരതത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെ കൺസെപ്റ്റ് എന്നുള്ളത് രാജ്യത്തിന്റെ അന്താരാഷ്ട്ര അതിർത്തികളിൽ ഏറ്റവും അവസാനത്തെ ഗ്രാമത്തിൽ ഏറ്റവും അവസാനത്തെ വീടുകളിലേക്ക് പോലും വികസനം എത്തിക്കുക എന്ന കൺസെപ്റ്റോട് കൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. റോഡ്, താമസ സൗകര്യം, കുടിവെള്ള സൗകര്യം, വൈദ്യുതി എത്തിക്കുന്നത്, അതിർത്തിയിലെ മുൻ സർക്കാരുകളുടെ പ്രതികരണങ്ങൾ പാർലമെന്റിൽ ഉൾപ്പെടെ പരിശോധിച്ചാൽ അറിയാം. എന്തിനാണ് വെറുതെ അതിർത്തി ഗ്രാമങ്ങളിൽ വികസനം നടത്തി മറ്റ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുന്നത് എന്ന് ചോദിച്ച പ്രതിരോധ മന്ത്രിമാരുൾപ്പെടെ ഉണ്ടായിരുന്ന രാജ്യമാണിത്. പക്ഷേ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. രാജ്യത്തിന്റെ ഭരണ നേതൃത്വം അന്താരാഷ്ട്ര അതിർത്തികളിൽ അവസാന വീടുകളിലേക്കും വികസനം എത്തിക്കാനുള്ള പ്രവർത്തനം നടത്തുകയാണ്. അതായത് യാത്ര പോലും ദുഷ്കരമായിരുന്ന പ്രദേശങ്ങളിലേക്ക് മനോഹരമായ ഹൈവേകളാണ് ഒരുങ്ങുന്നത്. തുരങ്കങ്ങൾ ഒരുങ്ങി ദുർഘടമായ പാതകളെ നമുക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ വികസനവും സുരക്ഷയും ഒരുപോലെ എത്തിക്കുന്ന രീതിയിലുള്ള, ഒപ്പം തന്നെ അവരുടെ ആശയവിനിമയം, അവരുടെ സഞ്ചാരം ഉറപ്പാക്കുന്ന രീതിയിലുള്ള വികസനമാണ് അതിർത്തി മേഖലയിലെമ്പാടും നടക്കുന്നത്. എന്തായാലും രാജാക്കന്മാരുടെ നാടെന്നറിയപ്പെടുന്ന രാജപുര, പിന്നീട് രജൌരിയായ രാജപുരയിലെ ധനീധർ അല്ലെങ്കിൽ ധരണീധർ കോട്ടയ്ക്ക് മുകളിൽ നിന്നാണ് ഇന്ന് ജനം TV-യുടെ ഈ പ്രത്യേക പുത്തൻ പുലരി പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. യെസ്, എല്ലാ പ്രേക്ഷകർക്കും പുത്തൻ പുലരിയിലെ പുതിയ ഈ ഒരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് കൊച്ചിയിൽ നിന്നുള്ളൊരു റിപ്പോർട്ട് പരിശോധിക്കാം. INS വിക്രാന്തിന്റെ വിവരങ്ങൾ തേടിയ കേസിൽ അറസ്റ്റിലായ മുജീബ് റഹ്മാന്റെ ചികിത്സാ രേഖകളിലും ഫോൺ കോൾ വിവരങ്ങളും കഴിഞ്ഞകാല ജീവിത പശ്ചാത്തലങ്ങളും വിശദമായി അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുകയാണ്. മുജീബ് റഹ്മാന്റെ വിവരങ്ങളും വ്യാജ പേരിൽ ഫോൺ ചെയ്യാനുണ്ടായ സാഹചര്യവും കേന്ദ്ര ഏജൻസികളും പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം നടത്തുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഇത്തരത്തിലൊരു ഫോൺ കോൾ നടത്തിയത് എന്തിനാണ്? അദ്ദേഹത്തെയും മാനസിക രോഗിയാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ, കേന്ദ്ര ഏജൻസികൾ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? സുധീഷ് ഗോപാൽ. ജിഷ്ണു, കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 9:15 ഇത്തരത്തിൽ കൊച്ചിയിലെ നേവി ആസ്ഥാനത്തേക്ക് ഒരു കോള് വരുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. രാഘവൻ എന്ന വ്യക്തിയാണ് വിളിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. NIS വിക്രാന്തിൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എവിടെയാണെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിളിച്ചത്. 79 തുടങ്ങുന്ന ഒരു മൊബൈൽ നമ്പറിൽ നിന്നാണ് ഇവിടുത്തെ ലാൻഡ് ഫോണിലേക്ക്, നേവി ആസ്ഥാനത്തെ ലാൻഡ് ഫോണിലേക്ക് ഫോൺ വിളിക്കുന്നത്. അവിടെ ആ ഒരു നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അവർ തിരിച്ച് നിങ്ങളുടെ നമ്പർ വ്യക്തമാക്കാൻ പറയുമ്പോൾ മറ്റൊരു നമ്പറാണ്, വ്യാജ നമ്പറാണ് അവിടേക്ക് പറഞ്ഞു കൊടുക്കുന്നതും. തുടർന്ന് ഇവർ സംശയം തോന്നി പരിശോധിക്കുമ്പോൾ തന്നെ ഇത് ഒരു വ്യാജ കോളാണ് എന്ന് വ്യക്തമാവുകയായിരുന്നു. തുടർന്നാണ് പോലീസിന്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് തന്നെ നേവി ഉദ്യോഗസ്ഥർ പരാതി നൽകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഈ മുജീബ് റഹ്മാനെ പിടികൂടുന്നത്. കോഴിക്കോട് സ്വദേശിയാണ്. ഇയാളെ പിടികൂടി ചോദ്യം ചെയ്യുമ്പോൾ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകുന്നത്. ഇത്തരത്തിൽ എന്താണ് ഈ ഫോൺ കോൾ കൊണ്ട് ലക്ഷ്യം വെച്ചത് എന്ന് പറയുമ്പോൾ ആദ്യം അത് സമ്മതിക്കുന്നില്ല, താനല്ല വിളിച്ചതെന്ന് പറയുന്നു. പിന്നീട് പറയുന്നു കറാച്ചിയിലും മറ്റും അക്രമമുണ്ടായി എന്ന് കേട്ടപ്പോഴുള്ള ഒരു ഇതിൽ വിക്രാന്ത് അവിടെയാണോ എന്നറിയാനാണ്. ഇങ്ങനെ പല വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ പറയുന്നു എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണറും മറ്റും വ്യക്തമാക്കുന്നത്. എന്തു തന്നെയായാലും 2021 മുതൽ ഇയാൾ മാനസിക രോഗത്തിന് ചികിത്സയിലാണെന്നും പോലീസ് പറയുന്നുണ്ട്. എന്നാൽ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകൾ അതിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ ചികിത്സ തേടിയ ആശുപത്രിയിലും മറ്റും കൃത്യമായ പരിശോധനകൾ
നടത്തും. ആ പരിശോധന അന്ന് ഇയാൾ ചികിത്സയിൽ കഴിഞ്ഞിരുന്നതിൻ്റെ പരിശോധനാ രേഖകളടക്കം വീണ്ടും പോലീസ് പരിശോധിക്കുമെന്നതാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ ഡോക്ടർമാർ, മാനസിക രോഗ ചികിത്സാ വിദഗ്ധർ, അവരുടെ ഒരു പാനലും ഈ മുജീബ് റഹ്മാനെ പരിശോധിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. അത് ഒരു പക്ഷേ കോടതിയുടെ കൂടി ഒരു അനുമതിയോടെ ആയിരിക്കും അത്തരം ഒരു പരിശോധന നടത്തുക. എന്തു തന്നെയായാലും ഇയാളെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതേ പശ്ചാത്തലത്തിൽ തന്നെ ഇയാൾ ഈ നേവി ആസ്ഥാനത്തേക്ക് വിളിച്ച ഫോൺ നമ്പർ, അത് സാധാരണ ഗൂഗിൾ തിരിയുമ്പോൾ കാണുന്ന നമ്പറല്ല എന്നതാണ് ഒരു കാര്യം. പിന്നീട് ഇത്രയേറെ കള്ളങ്ങൾ പറഞ്ഞ് എന്തിനു വേണ്ടിയാണ് വിളിച്ചത്, അതിലേതെങ്കിലും തരത്തിൽ രാജ്യദ്രോഹപരമായ ലക്ഷ്യങ്ങളുണ്ടോ, ഇയാളുടെ ജീവിത പശ്ചാത്തലം എന്താണ്, ഏതെങ്കിലും തരത്തിൽ അത്തരം സംഘടനകളുമായോ എന്തെങ്കിലുമുള്ള ബന്ധം ഇയാൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടോ എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതെല്ലാം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടാണ് കേന്ദ്ര ഏജൻസികൾ തേടിയിട്ടുള്ളതും. ജിഷ്ണു, ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. സുധീഷ് ദയവായിട്ട് തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സംസ്ഥാനത്ത് കണ്ടെത്തിയ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് വഴി പാകിസ്ഥാനിലേക്ക് വിളിച്ച കോളുകളിലെ ദുരൂഹത തുടരുകയാണ്. പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും നിരന്തരമായി കോളുകൾ പോയിരുന്നു എന്നാണ് കണ്ടെത്തൽ. ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് കേരളം ഭീകരരുടെ താവളമാകുന്നു, അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്ത് ഭീകരപ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ സുരക്ഷിതമായി വന്ന് താമസിക്കാനുള്ള സേഫ് ഹേവനായി കേരളം മാറുന്നു എന്നുള്ള ആക്ഷേപം, ആരോപണം വളരെ ശക്തമായി തുടരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഭീകരരുടെ സ്ലീപ്പർ സെല്ലുകളോ ശത്രു രാജ്യങ്ങളുടെ ചാര സംഘങ്ങളോ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറിയിരുന്നോ എന്നാണ് കണ്ടെത്തേണ്ടത്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരും ഈ കാലയളവിൽ ഇത്തരം കോളുകൾ നടത്തിയതായി പറയപ്പെടുന്നുണ്ട്. സുധീഷ്, എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ആരൊക്കെയാണ് കേരളത്തിലേക്ക് കുടിയേറിയിരിക്കുന്നത്? പ്രദീപുള്ള വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ഇത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കേരളത്തിൽ 14 പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 20 സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളാണ് പ്രവർത്തിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുമ്പോൾ അതിൽ നിരവധി കോളുകൾ പാകിസ്ഥാനിലേക്ക് പോയിരിക്കുന്നു എന്നത് വ്യക്തമാകുന്നു. അതോടൊപ്പം തന്നെയാണ് ബംഗ്ലാദേശിലേക്കും കോളുകൾ പോയിട്ടുണ്ട്. ഇതിലെല്ലാം എടുത്തു പറയേണ്ട കാര്യം, ഇത്തരത്തിൽ ഫോൺ ചെയ്യുന്നവർ അതിൽ മലയാളികളുണ്ട്. അത്തരം മലയാളികൾ എന്ത് ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഫോൺ കോളുകൾ ചെയ്തിട്ടുള്ളത്? അതോടൊപ്പം തന്നെ നുഴഞ്ഞു കയറി എത്തുന്നവർ, ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി എത്തുന്നവർ കേരളം സുരക്ഷിത താവളമാക്കുന്നു. അത്തരം ആൾക്കാരും ഈ ഫോൺ കോളുകൾ വിളിച്ചവരിലുണ്ട്. അതിൽ ബംഗ്ലാദേശിൽ നിന്നും എത്തിയവരുണ്ട്. ഇതൊക്കെ സംബന്ധിച്ച് കൃത്യമായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമടക്കം സംസ്ഥാന പോലീസിനും മറ്റും വിവരം നൽകുമ്പോഴും അവരെ കണ്ടെത്തി കൃത്യമായി ഇത്തരം പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിൽ പലപ്പോഴും അത്തരം നടപടികളിൽ പാളിച്ചകൾ ഉണ്ടാകുന്നു എന്നതാണ് ഈ വൈകിയുള്ള ഇത്തരം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലെ കണ്ടെത്തലും. അത്തരം കണ്ടെത്തലുകളിലെ തുടർന്നുള്ള അന്വേഷണത്തിൽ പാകിസ്ഥാനിലേക്ക് അടക്കം ഫോൺ ചെയ്തു എന്നതും വ്യക്തമാകുന്നത്. ഇതിൽ ഈ ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ സ്ലീപ്പർ സെല്ലുകളുണ്ട്. അത്തരം ആൾക്കാരിലേക്കാണ് ഫോൺ കോളുകൾ പോയിരിക്കുന്നത് എന്ന ഒരു നിഗമനം തന്നെയാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. എന്നാൽ ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയിൽ തന്നെ നിരവധി ബംഗ്ലാദേശികളെ ഇവിടെ നുഴഞ്ഞു കയറി വന്ന് താമസിച്ചിരുന്ന, വ്യാജ രേഖകൾ ഉണ്ടാക്കി താമസിച്ചിരുന്നവരെ പിടികൂടിയിരുന്നു. ഇത്തരം ആൾക്കാരും ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുവഴി വിദേശത്തേക്ക്, സമീപ രാജ്യങ്ങളിലേക്ക് ഫോൺ കോളുകൾ ചെയ്തിട്ടുണ്ട് എന്നതെല്ലാമാണ് വ്യക്തമാകുന്നത്. ഇതെല്ലാം തന്നെ മൊത്തത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളിലെ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായി കൂടി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അത്തരം പ്രവർത്തികൾക്ക് കേരളം ഏറ്റവും സുരക്ഷിതമാകുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇപ്പം തന്നെ നമുക്കറിയാം, നിരവധി പേരാണ് ബംഗ്ലാദേശിൽ നിന്നും വ്യാജ രേഖകൾ ചമച്ച് ഇവിടെ വന്ന് ബംഗാളികൾ എന്ന രീതിയിൽ, ഇല്ലെങ്കിൽ ഇതര സംസ്ഥാന വിവിധ ഭാഷാ തൊഴിലാളികൾ എന്ന രീതിയിൽ ജോലി ചെയ്യുന്നത്. ഇത്തരം ആൾക്കാരുടെ രഹസ്യ പ്രവർത്തനങ്ങൾ അത് രാജ്യദ്രോഹപരമായി ഇല്ലെങ്കിൽ ഇന്ത്യക്ക് ഭീഷണിയാവുന്ന തരത്തിലാണ് എന്നതുകൂടി നമുക്ക് ഗൗരവതരമായി കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെയൊക്കെല്ലാം വിരൽ ചൂണ്ടുന്നതാണ് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനവും അതിൽ നിന്ന് പോയിട്ടുള്ള ഫോൺ കോൾ വിവരങ്ങളും പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നതും. വർഷങ്ങളാണ് കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളുടെ വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ നൽകിയിട്ടുള്ളത്. ജിഷ്ണു, നമ്മളിപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജമ്മു സെക്ടറിലെ അതിർത്തി പ്രദേശമായ രജൌരിയിലെ
ധനീധർ എന്ന് പറയുന്ന കോട്ടയ്ക്ക് മുകളിലാണ്. ഇവിടെ നിന്നാണ് ജനൻ TV പ്രേക്ഷകർക്കായിട്ടുള്ള പ്രത്യേക പുത്തൻപുലരി പ്രക്ഷേപണം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഒട്ടനവധി കാഴ്ചകൾ ഇതിനിടയിൽ കണ്ടു, ഒട്ടനവധി വയലേഷൻസ് നാം കണ്ടു. നമുക്ക് മലപ്പുറത്തു നിന്നുള്ളൊരു വാർത്തയിലേക്കാണ് അടുത്തു പോകേണ്ടത്. ഏതായാലും ഈ പ്രദേശത്തു നിന്നുള്ള, ഈ മേഖലയിൽ നിന്നുള്ള വാർത്തകൾ, വിശേഷങ്ങൾ അതാത് സമയത്ത് വെള്ളം ചേർക്കാതെ തന്നെ. കഴിഞ്ഞ ദിവസം ആ സ്കൂളിലെ പ്രിൻസിപ്പൽ പോലും ചില അതൃപ്തി പറയുകയുണ്ടായി. പല വാർത്തകളും ഒന്നുകിൽ ഊതിപ്പെരിപ്പിച്ചും വളച്ചൊടിച്ചും ഒക്കെയാണ് നൽകിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു വാർത്താ സംപ്രേഷണവും ജനൻ TVയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. മാത്രമല്ല കൃത്യമായ വിവരങ്ങൾ, അതായത് ഓരോ വിവരങ്ങളും അറിയുന്നത് സൈനിക കേന്ദ്രങ്ങളിൽ നിന്നോ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നോ ഒക്കെയാണ് ഈ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മലപ്പുറത്തേക്കൊന്ന് പോകാം. മലപ്പുറത്ത് ശിവദാസ് കൻവനം തയ്യാറാക്കിയ ഒരു വാർത്തയുണ്ടായിരുന്നു. മലപ്പുറം വളാഞ്ചേരി ഇരുമ്പിളിയം മങ്കേരിയിൽ സ്ഥിതി ചെയ്യുന്ന അറക്കൽ ശ്രീ രുധിര മഹാകാളി ക്ഷേത്രത്തിലെ ഭൂമി വൻതോതിൽ കയ്യേറിയതായിട്ടാണ് വാർത്ത വരുന്നത്. 282 ഏക്കർ സ്വന്തമായി ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന് ഇനി ബാക്കി 35 സെന്റ് മാത്രമാണ്. ഇതിനെല്ലാം പുറമെ അവിടെ അനധികൃത കെട്ടിടങ്ങളും പ്രവർത്തിക്കുന്നു എന്നാണ് വാർത്ത. ശിവദാസ് കൻവനം ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. ശിവദാസ്, നമസ്തേ. രജൗരിയിൽ നിന്ന് നമസ്കാരം. ഞാനും ജിഷ്ണുവും ഉണ്ണി വാര്യറും ഉണ്ട് ഇവിടെ. എന്താണ് ഈ ക്ഷേത്രത്തിലെ ഭൂമി? ഇത് കയ്യേറിയതാരാണ്? ഇത് തടയാനൊന്നും ആരും ഇല്ല, ഒരു സംവിധാനവും ഇല്ല എന്നുള്ള അവസ്ഥയാണോ ശിവദാസ്? നമസ്തേ. തീർച്ചയായും ഇത്തരത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റം തന്നെയാണ് മലപ്പുറം ജില്ലയിലെ മങ്കേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശ്രീ രുധിര മഹാകാളി ക്ഷേത്ര ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 40 വർഷത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ ഒരു കയ്യേറ്റം ഈ ക്ഷേത്ര ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് അനധികൃതമായ കയ്യേറ്റങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ക്ഷേത്ര കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്ര കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചത്. വില്ലേജ് ഓഫീസിൽ നിന്ന് അടക്കം ഇതിന്റെ കൃത്യമായ രേഖകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആ രേഖകളിൽ തന്നെ കൃത്യമായി ഈ ഭൂമിയുടെ അളവുകൾ തന്നെ പറയുന്നുണ്ട്. 281.98 ഏക്കർ ഭൂമി ആണ് ക്ഷേത്രത്തിന്റെ കൈവശം ഉള്ളത്. ഈ ക്ഷേത്ര ഭൂമിയാണ് വ്യാപകമായി കയ്യേറിയിട്ടുള്ളത്. ഇവിടെ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ അടക്കം ഉണ്ട്. കോളേജുകൾ അടക്കം ഈ ഭൂമിയിൽ, ക്ഷേത്ര ഭൂമിയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രക്കുളം അടക്കം കയ്യേറി പോയിട്ടുണ്ട്. ഇപ്പോൾ അത് നവീകരിക്കാതെ കിടക്കുകയാണ്. ക്ഷേത്രത്തിന്റെ പത്തായപ്പുര മറ്റൊരു വ്യക്തിയുടെ ഉടമസ്ഥതയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വ്യാജ ആധാരവും വ്യാജ പട്ടയങ്ങളും നിർമ്മിച്ച് ക്ഷേത്രത്തിന്റെ പട്ടയം, ക്ഷേത്രത്തിന്റെ മറ്റു ഭൂമികളും അടക്കം ഇത്തരത്തിൽ പത്തായം അടക്കമുള്ളവ മറ്റു ആളുകൾ കയ്യേറിയിട്ടുണ്ട്. വിവിധ സ്ഥാപനങ്ങളും വിവിധ വ്യക്തികളും സ്വകാര്യ വ്യക്തികളും അടക്കം കയ്യേറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 40 വർഷത്തിനുള്ളിലുള്ള ഇത്തരത്തിൽ വ്യാപകമായ കയ്യേറ്റം നടത്തി. പക്ഷേ ഈ അടുത്ത കാലത്താണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായി ഒരു ക്ഷേത്ര കമ്മിറ്റി രൂപീകരിച്ച് ഇത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തി തുടങ്ങിയത്. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള ചില കെട്ടിടങ്ങൾക്കൊക്കെ സ്റ്റേ വന്നിട്ടുണ്ട്. സ്റ്റേ ഓർഡറുകൾ അടക്കം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ഇല്ല. എന്തായാലും വലിയൊരു പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് ഇപ്പോൾ ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഉള്ളത്. ഇത് ഒരു കുന്നിൻ പ്രദേശം പോലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ആണ് ഈ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത്. പതിറ്റാണ്ടുകളായി ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ രുധിര മഹാകാളി ക്ഷേത്രം. ദേവീ ക്ഷേത്രമാണ് ഇത്. ഇവിടെ നിത്യേന പൂജയില്ല. മാസത്തിൽ ഒരു തവണ മാത്രമാണ് സാധാരണ പൂജ ഉള്ളത്. സ്ത്രീകളും കുട്ടികളും അടക്കം ഈ പൂജയ്ക്ക് ഇവിടെ എത്താറുണ്ട്. വിപുലമായി തന്നെയാണ് ഈ മാസത്തിൽ ഒരിക്കൽ ഉള്ള ഈ പൂജ ഇവിടെ നടത്താറുള്ളത്. ഇപ്പോൾ വെറും 35 സെന്റ് സ്ഥലത്തിൽ മാത്രമാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. അത് ചുറ്റി മതിലെല്ലാം കെട്ടി പ്രത്യേകം വേർതിരിച്ചിട്ടുണ്ട്. അതിന് പുറമെ അതിന്റെ പുറത്താണ് ഈ ക്ഷേത്രക്കുളവും പത്തായവും അടക്കം നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ഭൂമിയും, പ്രത്യേകിച്ച് ഇതൊരു കുന്നിൻ പ്രദേശം പോലുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വ്യാപകമായ ഒരു കയ്യേറ്റം നടന്നിട്ടുള്ളത്. മറ്റു കോറികൾ അടക്കം ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. ഈ ക്ഷേത്ര ഭൂമിയിൽ തന്നെ കോറികൾ അടക്കം
നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ കോറികൾ അടക്കമാണ് ഇത് കയ്യേറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കല്ല് വെട്ടുമ്പോഴും അത് കൂടുതൽ മേഖലകളിലേക്ക് കൈയടക്കിക്കൊണ്ട് തന്നെ അവർ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വ്യാപകമായ രീതിയിലുള്ള ഒരു കയ്യേറ്റം ഇവിടെ നടക്കുന്നു. അടുത്ത കാലത്തായി ക്ഷേത്ര കമ്മിറ്റിയും രൂപീകരിച്ച് ഇത് തിരിച്ചു പിടിക്കാനുള്ള ശക്തമായൊരു നീക്കം തന്നെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഈ ക്ഷേത്ര കമ്മിറ്റി ശേഖരിച്ചത്. വില്ലേജ് ഓഫീസിൽ നിന്ന് അടക്കം വിവരാവകാശ നിയമപ്രകാരം ഇവർ അപേക്ഷ നൽകി. ആ അപേക്ഷയിൽ നിന്നും ആ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിൽ അടക്കം തന്നെ കൃത്യമായി വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിച്ച മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട് 281.98 ഏക്കർ ഭൂമി ക്ഷേത്രത്തിന്റെ കൈവശം ഉണ്ട് എന്ന് ഈ രേഖകളിൽ അടക്കം തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ രേഖകൾ അടക്കം നമ്മളിപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും വ്യാപകമായ ഒരു കയ്യേറ്റം തന്നെയാണ് മലപ്പുറം മങ്കേരിയിലെ ഈ ശ്രീ രുദ്ര മഹാകാളി ക്ഷേത്ര ഭൂമിയിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ജനങ്ങളെല്ലാം തന്നെ ഭക്തരെല്ലാം തന്നെ ഒരുമിച്ച് അത് തിരിച്ചു പിടിക്കാനുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. മലപ്പുറം മങ്കേരിയിൽ ക്ഷേത്രഭൂമി കയ്യേറിയതിന്റെ റിപ്പോർട്ടാണ് ശിവദാസ് നൽകിയിട്ടുള്ളത്. 282 ഏക്കർ ഉണ്ടായിരുന്നത് ഇപ്പോൾ 35 സെന്റ് മാത്രമായി ചുരുങ്ങി എന്നുള്ളതാണ് ശിവദാസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ക്ഷേത്രഭൂമികളിലെ കയ്യേറ്റം, ഇതിലെ പരാതി, പരിഭവം, ആക്ഷേപം ഒന്നും പുറത്തു കൊണ്ടുവരാൻ ആളില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അവസ്ഥ. ഇപ്പോൾ ജനം TV ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നു എങ്കിൽ ഇതൊരു പക്ഷേ അതുപോലുമില്ല, അതിന് ക്ഷേത്രം പോലും അവിടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ജിഷ്ണു, ഒട്ടനവധി പ്രേക്ഷകർ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമുക്ക് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്, നമ്മെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്, ജനം TVക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു ഓട്ടപ്പാച്ചിലിനിടയിൽ ഇതൊന്നും അക്നോളജ് ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നില്ല. ഇന്നലെയുള്ള കമൻസ് അധികം കണ്ടിരുന്നു. RK വൈകുണ്ഠം ജി, സദാനന്ദൻ നടുതലം, PRP കുറുപ്പ് സാറ്, മുരളീധരൻ പി, ഇന്നിപ്പോൾ അജിത് ഭാസ്കറിൻ്റെ അഭിവാദ്യം ഉണ്ട്, നന്ദനാർ കണ്ടു, തീർച്ചയായിട്ടും പ്രീതി ജയനുണ്ട്, മിനിമോൾ ചന്ദ്രികയുണ്ട്, ഗതമിജി, അതെ തീർച്ചയായിട്ടും കശ്യപൻ്റെ നാട്ടിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉള്ളത്. എന്തായാലും രാജൻ ചങ്കാട്ടുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥിരം പ്രേക്ഷകർ ബാബുജി, വളരെയധികം നന്ദി. സത്യസന്ധമായ വാർത്തകൾ മാത്രം നൽകുക എന്നുള്ളതാണ്. എന്ന പ്രേക്ഷകൻ എല്ലാവരോടും നമസ്തേ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അജിത് ഭാസ്കർ എല്ലാവർക്കും മുഴുവൻ ക്രൂവിനും നമസ്തേ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിലെ കമന്റുകൾ കണ്ടിരുന്നു. പക്ഷേ നമ്മൾ നിൽക്കുന്നതൊരു സീരിയസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിർത്തി മേഖലയിൽ നടന്നിട്ടുള്ള പ്രകോപനം, പാകിസ്ഥാന് നടക്കുന്ന പ്രത്യാക്രമണം, അത്തരത്തിലുള്ള വാർത്തകൾക്കിടയിൽ മനഃപൂർവ്വം അത്തരത്തിലുള്ള കമന്റുകളിലേക്ക് പോകാതിരുന്നതാണ്. റൈറ്റ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ദയവായി തുടരുക. തുടർന്നും ഈ മേഖലയിൽ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒപ്പം വാർത്തകളുമായി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണല്ലേ ഗൗതം അനന്തനാരായണൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ജിഷ്ണു. ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങൾ പോലും കണ്ണടച്ച ഒരു വാർത്തയിലേക്കാണ് ഇനി പോകേണ്ടത്. അതായത് നേരത്തെയും റിപ്പോർട്ടുകളും വിഷ്വലുകളും അത് സാധൂകരിക്കുന്നതായിരുന്നു. അതായത് പാകിസ്ഥാനിൽ ഭീകരരും സൈന്യവും ഭരണകൂടവും സംയുക്തമായാണ് മുൻപോട്ട് പോകുന്നത്. ഒന്ന്, മറുഭാഗത്ത് ഈ ആക്രമണം ഉടനെ തന്നെ പാകിസ്ഥാൻ കൈകഴുകിയിരുന്നു, ഞങ്ങൾക്കിതിൽ പങ്കില്ലാന്ന്. പിന്നെ നമ്മൾ കണ്ട കാഴ്ചകൾ എന്താണ്? ആശ്വസിക്കാൻ പോകുന്നു. ഭാരതത്തിൻ്റെ ഈ സ്ട്രൈക്കിൽ പരിക്കേറ്റ, ജീവൻ തിരിച്ചു കിട്ടി അല്ലെങ്കിൽ ജീവനോടെ രക്ഷപ്പെടാൻ കഴിഞ്ഞ കുറെ പേര് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ പോയത് ആരൊക്കെയാണ്? പാകിസ്ഥാന്റെ ഉന്നത സൈനിക മേധാവിമാരായിരുന്നു യൂണിഫോമിൽ ഭീകരരെ സന്ദർശിക്കാൻ ആശുപത്രിയിൽ പോയത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ 1 കോടി രൂപ വരെയാണ് നൽകുന്നത്. ഭാരതത്തിന്റെ മിസൈലുകൾ പതിച്ചു തകർന്ന ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനും പാകിസ്ഥാൻ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. IMF ഫണ്ട് ഉൾപ്പെടെ ഇതിനായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എത്രയൊക്കെ മറച്ചു പിടിച്ചാലും പാകിസ്ഥാനിൽ ഭീകര താവളങ്ങളുണ്ട്, ഭീകര കേന്ദ്രങ്ങളുണ്ട്. ആ ഭീകരർക്ക് പാകിസ്ഥാൻ ഭരണകൂടവും പാകിസ്ഥാൻ സൈന്യവും കൃത്യമായിട്ടുള്ള പിന്തുണ നൽകുന്നു എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയല്ലേ ഗൗതം? പ്രദീപിള്ള, ജിഷ്ണു, അത് തന്നെയാണ്. അതായത് ഈ പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് വീണ്ടും വീണ്ടും കുടപിടിക്കുന്നു എന്നതിന് മറ്റൊരു പ്രത്യക്ഷമായ ഉദാഹരണം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പുറത്തുവിടുകയാണ്. അതായത് ഈ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരർ, അതായത് നമ്മുടെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 100-ന് മുകളിൽ ഭീകരരാണ് ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനിലെ 9 ഭീകര താവളങ്ങളിൽ നമ്മൾ നടത്തിയ മിസൈൽ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ട ഭീകരരുടെ
കുടുംബത്തിന് ഇപ്പോൾ 1 കോടി രൂപയുടെ ധനസഹായം പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. അതും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ നടത്തിയിരിക്കുന്നത്. 1 കോടി രൂപയാണ് ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബത്തിനായി ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആദ്യഘട്ടം നമുക്കറിയാം, ഏതാണ്ട് 9 ഭീകര കേന്ദ്രങ്ങൾ, അത് ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ബഹാവൽപൂര്, അതോടൊപ്പം ലഷ്കർ ഇ തോയ്ബയുടെ ഹെഡ്ക്വാർട്ടേഴ്സായ മുറിക്കെ, ഈ 2 പ്രധാനപ്പെട്ട ആഗോള ഭീകര സർവകലാശാലകൾ ഉൾപ്പെടെ ഏതാണ്ട് 9 ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഭാരതത്തിന്റെ മിസൈലുകൾ വർഷിച്ചത്. കൃത്യമായി തന്നെ അവിടെ വലിയ നാശനഷ്ടമുണ്ടായി. ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവിടുത്തെ കെട്ടിടങ്ങളും ഇവരുടെ ലോഞ്ചിങ് പാഡുകളും ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങളുമെല്ലാം തവിടുപൊടിയായിരുന്നു. അതെല്ലാം പുനർനിർമ്മിക്കുവാനും ഇപ്പോൾ വലിയ സാമ്പത്തിക സഹായം പാകിസ്ഥാൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഈ പ്രഖ്യാപനം നടത്തുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് ആ നാട്ടിലെ സാഹചര്യം എന്നുള്ളതാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഘടകം, കഴിഞ്ഞ ദിവസം തന്നെ ഈ IMF ഫണ്ട് പാകിസ്ഥാന് നൽകുന്നതിനെ ഭാരതം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതാണ്. കാരണം ഈ ഫണ്ട് ഭീകര പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നു എന്നത് ഭാരതത്തിന്റെ വർഷങ്ങളായിട്ടുള്ള ആരോപണമാണ്. IMF ഫണ്ടുകൾ പാകിസ്ഥാന് നൽകുന്നത് കൃത്യമായിട്ട് തടയണമെന്നും അതല്ല എങ്കിൽ അത് മറ്റു രാജ്യങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് അയൽ രാജ്യമായ ഭാരതത്തിനെതിരെ ഭീകര പ്രവർത്തനം നടത്തുവാൻ പാകിസ്ഥാൻ ഈ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നുവെന്ന നമ്മുടെ രാജ്യത്തിന്റെ വിമർശനത്തിന്, ആരോപണത്തിന് വർഷങ്ങളുടെ കഴമ്പുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നത് ഈ IMF ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ട ഭീകരരെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ സഹായിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അക്കാര്യം പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അടുത്ത കാലത്ത് അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമായിരുന്നു, പണപ്പെരുപ്പം രൂക്ഷമായി. ഒപ്പം ചെറുപ്പക്കാർ തന്നെ തെരുവിലിറങ്ങിക്കൊണ്ട് അവിടുത്തെ പോവർട്ടി, അവിടുത്തെ ദാരിദ്ര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കെതിരെ, അവിടുത്തെ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ അവിടുത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ തന്നെ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ പട്ടിണി അനുഭവിക്കുന്ന ഒരു രാജ്യം ഇപ്പോൾ ഭീകരവാദികൾക്ക്, അതും കൊല്ലപ്പെട്ട ഭീകരർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ 1 കോടി രൂപ കൊല്ലപ്പെട്ട ഓരോ ഭീകരന്റെയും കുടുംബത്തിന് നൽകുവാൻ ഇപ്പോൾ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് IMF ഫണ്ട് ഉൾപ്പെടെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭീകരവാദികൾക്ക് ഈ പണം നൽകാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഗൗതം, ഈ സാമ്പത്തികമായി തകർന്നടിയുമ്പോഴും ഭീകരർക്ക് 1 കോടി രൂപ സാമ്പത്തിക സഹായം പാകിസ്ഥാൻ നൽകുന്നതിന് എങ്ങനെയാണ് അവരുടെ ഭരണകൂടം ഇനി അടുത്ത മണിക്കൂറുകളിൽ ന്യായീകരിക്കാൻ പോകുന്നത്? മറ്റൊന്ന്, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. അതായത് എത്രത്തോളം കനത്ത പ്രഹരമാണ് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൾ കേന്ദ്രങ്ങളിൽ ഭാരതത്തിന്റെ പ്രത്യേക ഓപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്? ജിഷ്ണു, ഇത് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലോകവേദികളിൽ, പ്രത്യേകിച്ച് UN ഉൾപ്പെടെയുള്ള വേദികളിൽ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ പാകിസ്ഥാൻ ഇതൊരു വലിയ ക്ഷീണമാകുന്നുള്ളൂ. അല്ലാതെ ആ രാജ്യത്ത് ഭീകരർക്ക് ഇത്തരത്തിൽ ധനസഹായം പ്രഖ്യാപിക്കുന്നതൊന്നും ഒരു വലിയ വിഷയമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തില്ല. കാരണം അത് വർഷങ്ങളായി തന്നെ പാകിസ്ഥാന്റെ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഈ ഭീകരതയെ മെല്ലെ മെല്ലെ തള്ളിക്കയറ്റിയത് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അവിടുത്തെ ഭരണകൂടങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റ് മത പഠനശാലകളും മതകേന്ദ്രങ്ങളും ഒക്കെ തന്നെയാണ്. അതിനാൽ പാകിസ്ഥാനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ കൊല്ലപ്പെട്ട ഭീകരർക്ക് 1 കോടി രൂപ എടുത്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവിടുത്തെ പുതിയ ജനറേഷനിൽ പെടുന്ന ആളുകളൊക്കെ അതിനെ വിമർശിച്ചേക്കാം. കാരണം തൊഴിലില്ലായ്മയിലും ഈ ദാരിദ്ര്യത്തിലുമൊക്കെ അവർക്ക് വലിയ വിമർശനങ്ങളുണ്ട്. ഒരുപക്ഷെ അവിടുത്തെ പഴയ ജനറേഷനൊന്നും ഇതൊരു വലിയ കാര്യമായി തോന്നുന്നില്ല. കാരണം അവരുടെ കണ്ണിൽ സ്ഥിരം കാണുന്നത് പാകിസ്ഥാൻ പട്ടാളം ഏതാ, ഭീകരർ ഏതാന്ന് അവർക്ക് തന്നെ തിരിച്ചറിയത്തില്ല. ഇത് രണ്ടും ഒരേ വേഷത്തിൽ, ഒരേ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതിനാൽ ഭീകരനോ പാകിസ്ഥാൻ പട്ടാളമോ രണ്ടായിട്ടൊന്നും അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾ കാണുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവർ കണ്ടുവന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭരണകൂടം തന്നെ ഔദ്യോഗികമായി ഈ ഭീകര ക്യാമ്പുകൾ നടത്തുന്നതും അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ലഷ്കർ ഇ തോയ്ബയ്ക്ക് തന്നെ 2500 ഓഫീസുകളാണ് പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളത്. ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അതൊരു UN ഉൾപ്പെടെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭീകര സംഘടനയാണ്. അതിന്റെ സ്ഥാപകനായിട്ടുള്ള ഹാഫിസ് സയ്യിദിനെ കൃത്യമായിട്ട് തന്നെ UN ആഗോള ഭീകര പട്ടികയിൽ
ഉൾപ്പെടുത്തിയിട്ടുള്ള ഭീകരനാണ്. UN-ന്റെ മാത്രം പട്ടികയല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള UK ഉൾപ്പെടെയുള്ള ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ, അതായത് ഭാരതം മാത്രമല്ല വിദേശ രാജ്യങ്ങൾ തന്നെ ഇതിനെ ഒരു ഭീകര സംഘടനയായും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ ഒരു രീതിയിലും സഹായിക്കരുതെന്നും നിർദ്ദേശം പാകിസ്ഥാന് നൽകിയിട്ടുള്ളതാണ്. അതേ ലഷ്കർ ഇ തോയ്ബയ്ക്കാണ് 2500ഓളം ഓഫീസുകൾ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ലഷ്കർ ഇ തോയ്ബയുടേതായ മദ്രസകൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നു എന്നതിന് കൃത്യമായ തെളിവുകളുണ്ട്. ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ളവരാണ് ഈ മദ്രസകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാനോട് ഇതേപ്പറ്റി ചോദിച്ചു കഴിയുമ്പോൾ ലഷ്കർ ഇ തോയ്ബ പ്രവർത്തിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയത്തേയില്ല എന്നുള്ള രീതിയിലുള്ള മറുപടി പലപ്പോഴും നൽകുന്നു. അതിന്റെ ഭീകര നേതാക്കന്മാർ, ഈ ഭീകര സംഘടനകളുടെ നിയന്ത്രിക്കുന്ന അതിന്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാലും ഇതേപ്പറ്റി ഞങ്ങൾക്ക് അറിയില്ല എന്ന മറുപടിയാണ് പാകിസ്ഥാൻ പലപ്പോഴും നൽകാറുള്ളത്. എന്തായാലും ഈ ഫണ്ടിങ് നൽകുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം അത് പാകിസ്ഥാന് അവരുടെ കയ്യിൽ നിന്നും ഇത്രയും വലിയൊരു തുകയെടുത്ത് ഈ ഭീകര കുടുംബങ്ങൾക്ക്, അതായത് ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ തകർന്നടിഞ്ഞ മദ്രസകളോ അല്ലെങ്കിൽ തകർന്നടിഞ്ഞ ഭീകരവാദ കേന്ദ്രങ്ങളോ പുനർനിർമ്മിക്കുവാൻ ഭാരതത്തിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ക്ഷമിക്കണം, പാകിസ്ഥാന് കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കുക അസാധ്യമാണ്. കാരണം അത്രത്തോളം വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത്. അതിനാൽ തന്നെ തീർച്ചയായും IMF ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഇക്കാര്യം ഭാരതം നേരത്തെ തന്നെ UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ചതാണ്. കാരണം പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായം ഇന്റർനാഷണൽ ഏജൻസീസ് നൽകുമ്പോൾ അത് അവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിനോ അവിടുത്തെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഇല്ലാതാക്കാനല്ല പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. മറിച്ച് ഈ ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദീനും ഒക്കെ പോലെയുള്ള ഭാരതത്തിനെതിരെ യുദ്ധം നടത്താൻ ശ്രമിക്കുന്ന, ഭാരതത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന ഭീകര ശക്തികൾക്ക് ഈ ഫണ്ട് നൽകുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. അതിനാൽ ഇങ്ങനെ ഒരു രാജ്യത്തിന് ടെററിസം സ്പോൺസർ ചെയ്യുന്ന, അതിനെ കയറ്റി അയക്കുന്ന ഇങ്ങനെ ഒരു രാഷ്ട്രത്തിന് ഇത്തരം ധനസഹായങ്ങൾ കൊടുക്കരുത് എന്ന് അന്താരാഷ്ട്ര വേദികളിൽ ഭാരതം പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അത് കേൾക്കാതെയാണ് ഈ IMF ഫണ്ടുകളും മറ്റും പാകിസ്ഥാൻ നൽകിയത്. എന്തായാലും അത്തരം ഫണ്ടുകൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കൊല്ലപ്പെട്ട ഭീകരന്റെ കുടുംബത്തിന് 1 കോടി രൂപ വെച്ച് നൽകുവാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ 100-ലധികം ഭീകരരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂരിൽ മാത്രം. ഇത് കൂടാതെ പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അത് വേറെ. അത് പിന്നീട് ഇരു രാജ്യങ്ങളുടെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്ന ഘട്ടത്തിൽ അതിർത്തിയിലെ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ ഏതാണ്ട് 35-നും 40-നും ഇടയിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടതായ കണക്കുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഭീകരരുടെ എണ്ണമാണ് കൊല്ലപ്പെട്ടത് കൂടുതൽ, അത് 100-ന് മുകളിൽ വരും. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പാകിസ്ഥാനിലെ ആരൊക്കെയാണ് പങ്കെടുത്തത് എന്നതുകൂടി നമ്മൾ കണ്ടതാണ്. ഔദ്യോഗിക ബഹുമതിയോടെയാണ് പാകിസ്ഥാൻ ഈ കൊടും ഭീകരന്മാർക്ക്, മുംബൈ ഭീകരാക്രമണവും 1999-ലെ വിമാന റാഞ്ചലും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഭീകര പദ്ധതികൾ തയ്യാറാക്കി അത് കൺട്രോൾ ചെയ്തിരുന്ന ആളുകളുടെ സംസ്കാര ചടങ്ങിന് ഔദ്യോഗിക ബഹുമതി പാകിസ്ഥാൻ നൽകുന്നു. മാത്രമല്ല, അവരുടെ പട്ടാള മേധാവിമാർ ലഫ്റ്റനന്റ് ജനറൽ പദവിയിലിരിക്കുന്നവരും ബ്രിഗേഡിയർ പദവിയിലിരിക്കുന്നവരും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെയും പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെയും തെഹരീക്കെ ഇൻസാഫിന്റെയും ഒക്കെ, ഇതെല്ലാം പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ്. അതിന്റെ എല്ലാം നേതാക്കന്മാരും ഈ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു എന്ന കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടതാണ്. യെസ്, വളരെ കൃത്യമാണ് ഗൗതം. എന്തൊരു രാജ്യമാണെന്ന് നോക്കണം. കാരണം കൊല്ലപ്പെട്ട ഭീകരരെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നു. ഇപ്പോൾ ഭീകരവാദികൾക്ക് അവരുടെ കുടുംബത്തിന് 1 കോടി രൂപ ധനസഹായം പ്രഖ്യാപിക്കുന്നു. ഇനിയിപ്പോൾ പ്രതിമയുണ്ടാകുമായിരിക്കും, അവർക്ക് വേണ്ടി സ്മാരകങ്ങൾ ഉണ്ടാകുമായിരിക്കും. അവർക്ക് ധീരദേശാഭിമാനികളും സ്വാതന്ത്ര്യ സമര സേനാനികളും ഒക്കെ ആണല്ലോ രാജ്യത്തിന്റെ സംസ്കാരമാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം പോലും രാജ്യാന്തര വേദിയിൽ പോയി IMF വായ്പ കിട്ടാനായി ഇവർ ഈ ബഹളം വെച്ചത് ഇതിനൊക്കെ ആയിരുന്നു അല്ലേ? ഭാരതം പറഞ്ഞത് വീണ്ടും വീണ്ടും തെളിയുകയാണ് ഇത് ഉപയോഗിക്കുന്നത്. മുൻപും പാകിസ്ഥാൻ തെളിയിച്ചിട്ടുള്ളതാണ്. അന്താരാഷ്ട്ര വേദികളിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ എങ്ങനെയാണ് പാകിസ്ഥാൻ വിനിയോഗിക്കുന്നത്, ഭീകരശക്തികൾക്ക് എങ്ങനെ പാകിസ്ഥാന്റെ മണ്ണിൽ ഇത്രത്തോളം വേരൂന്നാൻ സാധിച്ചു, അവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായം. ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാൻ ഇത്രത്തോളം ഭീകരർക്കൊപ്പം നിൽക്കുന്നത് കനത്ത തിരിച്ചടിയാണ്. അവിടെ നമുക്ക് വീണ്ടും എടുത്തു പറയേണ്ടത് അതാണ്. ഇപ്പോഴും അതിൻ്റെ ഓരോ വിശദാംശങ്ങൾ, കാരണം ഒറ്റയടിക്ക് ആ ഒരു വിശദാംശങ്ങൾ പുറത്തു വന്നാൽ പൂർണ്ണമായും ഭീകരർക്കും പാകിസ്ഥാനും അത് വലിയ തിരിച്ചടിയാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. ആദ്യം പുറത്തു വന്നത് മസൂദ് അസറിന്റെ കുടുംബത്തിലെ 10 പേർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു. പിന്നെ അടുത്ത ദിവസമാണ് പുറത്തു വന്നത് ഈ കൊല്ലപ്പെട്ട 10 പേരിൽ ഒരാൾ എന്നുള്ളത് നിലവിൽ ജെയ്ഷെ മുഹമ്മദിനെ നിയന്ത്രിക്കുന്ന അതിൻ്റെ സുപ്രീം കമാൻഡർ ആയിട്ടുള്ള മസൂദ് അസറിന്റെ സഹോദരൻ, ഒപ്പം കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരനായിട്ടുള്ള അബ്ദുൾ റൌഫ് അസ്ഗർ ആണ് എന്നുള്ളത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഹിസ്ബുൾ മുജാഹിദിന്റെ ടോപ്പ് കമാൻഡർമാർ ഈ ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ
കനത്ത പ്രത്യാക്രമണമാണ് ഭാരതം നടത്തിയിട്ടുള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മാത്രമല്ല, മുംബൈ ഭീകരാക്രമണത്തിന് ഭീകരർക്ക് പരിശീലനം നൽകിയ കേന്ദ്രവും കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരനും ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങളുടെ റിവഞ്ച് കൂടി ഈ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഭാരതം എടുത്തിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണനും പ്രദീപ് പിള്ള ചേരുന്നു. ജിഷ്ണു കൃഷ്ണനും ഉണ്ണി കെ വാര്യർക്കൊപ്പം ഞാൻ പ്രദീപ് പിള്ള. നമ്മൾ നിൽക്കുന്നത് രജൌരിയിലെ രാജപുരയിലെ രാജാക്കന്മാരുടെ നാട്ടിലെ ഫോർട്ട് ധനീധറിന് മുകളിലാണ്. രജൌരി, പൂഞ്ച്, പഠാൻകോട്ട് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, പാക് പ്രകോപനങ്ങൾ, ഭാരതത്തിൻ്റെ തിരിച്ചടികൾ, ഒപ്പം ഇവിടുത്തെ ജീവിതം ഒക്കെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൂഞ്ചിൽ പോയപ്പോൾ അവിടെ കണ്ട ഒരു പ്രതിമയാണ് നമ്മളിപ്പോൾ പരാമർശിക്കാൻ പോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ണി കെ വാര്യർ ഒപ്പിയെടുത്തിരുന്നു. സൈനിക കേന്ദ്രത്തിന് സമീപം റോഡിലെ ജംഗ്ഷന് സമീപം ആ പ്രതിമ കണ്ടിട്ടാണ് അതെന്താണ് എന്ന് അന്വേഷിച്ചത്. അത് ബ്രിഗേഡിയർ പ്രീതം സിംഗ്, സേവിയർ ഓഫ് പൂഞ്ച് എന്നാണ് ആ പ്രതിമ. പ്രീതം ട്രസ്റ്റും മുൻ സൈനികരും ചേർന്നിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പരാമർശിച്ചിരുന്നു. രജൌരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ 1947 വിഭജനത്തിന് തൊട്ട് പിന്നാലെ പാകിസ്ഥാൻ്റെ ഒരു ചരിത്രം തന്നെ ഇങ്ങനെയാണ് തോന്നുന്നു. വിഭജനം കഴിഞ്ഞ് സാധാരണഗതിയിൽ ആ രാജ്യമൊന്ന് കെട്ടിപ്പടുക്കാൻ, അവിടുത്തെ ജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം കിട്ടിയ പട്ടാളത്തെയും കൊണ്ട് വീണ്ടും ഭാരതത്തിലേക്ക് ഇരച്ചു കയറാനാണ് അവർ ശ്രമിച്ചത്. അന്ന് അതിനൊപ്പം തന്നെ അവർക്കൊപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് വിമതരായ, അതല്ലെന്നുണ്ടെങ്കിൽ വനവാസികളായ പാകിസ്ഥാനിലെ ചില സേനാ വിഭാഗങ്ങൾ അവർ ഇതിനൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വന്ന് ഈ പൂഞ്ച് അടക്കം പിടിച്ചടക്കിയിരുന്നു. അപ്പോൾ ഇതിനിടയിലാണ് പ്രീതം സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള കുമാവോൺ റെജിമെൻറ്റുമായി അദ്ദേഹം ഇവിടെ വരുന്നത്. അതിൽ പറ്റിപ്പോയ സംഗതി, യുദ്ധത്തിനിടയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ട്രൂപ്പും ഇവിടെ ഒറ്റപ്പെടുകയായിരുന്നു. അപ്പോൾ പ്രീതം സിംഗിന് അതിന് മുമ്പൊരു വലിയ ചരിത്രമുണ്ട്. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ നിന്നുള്ള പ്രീതം സിംഗ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് ആർമിയിലെ ഓഫീസറായിരുന്നു. അദ്ദേഹം സിംഗപ്പൂരിൽ 1942 സിംഗപ്പൂർ യുദ്ധത്തിൽ പങ്കെടുത്തു. അവിടെ തടവുകാരനായി പിടിക്കപ്പെട്ടു, യുദ്ധ തടവുകാരനായി പിടിക്കപ്പെട്ടു. 6 മാസത്തിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് സുധീരമായി രക്ഷപ്പെട്ട് ഭാരതത്തിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ മണിപ്പൂരിലാണ് അദ്ദേഹം വന്നെത്തിയത്. അദ്ദേഹം തിരിച്ചെത്തിയോളം തന്നെ അദ്ദേഹത്തിൻ്റെ ധീരത പരിഗണിച്ച്, അദ്ദേഹത്തിൻ്റെ ശൗര്യം പരിഗണിച്ച് അദ്ദേഹത്തിന് അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ലഫ്റ്റനന്റ് കേണൽ എന്നുള്ള പദവി നൽകി മിലിറ്ററി ക്രോസ് സമ്മാനിക്കുകയും ചെയ്തു. MC എന്നുള്ള പദവി, അതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിനൊടുവിൽ ബ്രിഗേഡിയർ പ്രീതം സിംഗ് MC എന്ന്. ലഫ്റ്റനന്റ് കേണൽ എന്ന അദ്ദേഹത്തിന് പിന്നീട് ആണ് അദ്ദേഹം ഇവിടെ ഈ പട നയിച്ചെത്തുകയും ഈ ഒരു സംഘവുമായി നിന്ന് സുധീരം പോരാടി പൂഞ്ച് തിരിച്ചു പിടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ്. ആ ഒരു വിവരണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിലുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ ഇന്നത്തെ പോലെയല്ല. അത്തരത്തിൽ ആശയവിനിമയ സംവിധാനം തകർന്നുകൊണ്ട് ആ ട്രൂപ്പ് ഒറ്റപ്പെട്ടു നിൽക്കുകയും ആ ട്രൂപ്പിനെ മുന്നിൽ നിന്ന് കഴിച്ചുകൊണ്ട് പൂഞ്ചിന്റെ കുന്തമനയായി നിന്നുകൊണ്ട് ആ മേഖല പിടിച്ചെടുത്ത് സംരക്ഷിച്ചു നിർത്തി. അതാണ് സംരക്ഷിച്ചു നിർത്തി എന്നാണ്, പിടിച്ചെടുത്തിട്ട് കൈമാറുകയല്ല അദ്ദേഹം ചെയ്ത കാര്യം. അപ്പോഴും മറ്റു യൂണിറ്റുകളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുമായിട്ടുള്ള ആശയവിനിമയം പുനഃസ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പ്രദേശത്തിൻ്റെ ഭരണം അങ്ങ് ഏറ്റെടുക്കുകയാണ്. അദ്ദേഹവും സൈന്യവും കൂടി ഭരണം ഏറ്റെടുത്തു. അവിടെ ആരോഗ്യത്തിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കി, താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി, നിയമ സംവിധാനം ഉണ്ടാക്കി, ഭക്ഷണ സപ്ലൈ ഉറപ്പാക്കുന്നു. അങ്ങനെ നയിച്ചു വന്ന ഒരു ഓഫീസർ മറ്റാർക്കും എത്തിപ്പെടാനാവാത്ത ഒരു പ്രദേശത്തെ സംരക്ഷിച്ചു നിർത്തി അവിടെ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. അവരുടെ താമസത്തിനും ഭക്ഷണത്തിനും ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാവുള്ളൂ. ഏറ്റവും ഒടുവിൽ മറ്റ് സേനയുടെ മറ്റ് വിഭാഗങ്ങളുമായി ബന്ധം പുനഃസ്ഥാപിച്ച ശേഷം 1948 നവംബറിലാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിന് ബ്രിഗേഡിയർ എന്നുള്ള സ്ഥാനക്കയറ്റം കിട്ടിയിരുന്നു. അദ്ദേഹത്തെ ഈ സൈന്യത്തിലെ തന്നെ മുതിർന്നവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് സിംഹക്കുട്ടി എന്നാണ്, ഷേർ ബച്ച എന്നാണ്. ഇങ്ങനെ ഒരുപാട് സിംഹങ്ങൾ, ഒരുപാട് സിംഹക്കുട്ടികൾ, ഒരുപാട് ഷേർ ബച്ചമാർ, ഒരുപാട് ധീര പോരാളികളുടെ ചോരയും നീരും പ്രയത്നവുമാണ് ഈ നാട്, ഈ ഭാരതം, അഖണ്ഡ ഭാരതമായിരുന്ന ഈ ഭാരതം ഇന്നിങ്ങനെ നിലനിൽക്കുന്നതും തുടരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക്
രക്ഷ നേടാൻ കഴിയുന്നതും അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ അതിന് കഴിയുന്നതും? ഉചിതമായ ആദരം പൂഞ്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉചിതമായ ഒരു സ്മാരകം നിർമ്മിച്ചുകൊണ്ട്, അതും പൂഞ്ചിന്റെ ഹൃദയഭാഗത്ത് ഞങ്ങൾ ആ സർക്കിളിൽ നിന്നപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതിമയും അതിന്റെ വിവരണവും ശ്രദ്ധിച്ചത്. ഉചിതമായിട്ടുള്ള ആ സ്മാരകം ഒരുക്കിക്കൊണ്ട് പൂഞ്ച് ഇന്നും ആ സിംഹക്കുട്ടി ഓർക്കുന്നുണ്ട്. പ്രദീപുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ അത്തരത്തിൽ നിരവധി സിംഹക്കുട്ടികളുടെ പ്രയത്നവും ദീർഘവീക്ഷണവും ഇടപെടലും സ്വന്തം ജീവൻ വകവയ്ക്കാതെ രാജ്യത്തിന്റെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നടത്തിയിട്ടുള്ള ത്യാഗങ്ങളുമാണ് രാജ്യത്തെ ഇന്ന് ഇത്തരത്തിൽ അഖണ്ഡമായി ചേർത്ത് നിർത്തുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള നിരവധി വിശേഷങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരവധി ആളുകളുടെ ഓർമ്മകളും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നമ്മൾ പൂഞ്ചിലും രജൌരിയിലും ശേഖരിക്കുന്നുണ്ട്. അത് അടുത്ത ദിവസങ്ങളിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പ്രത്യേക പുത്തമ്പുലരി തുടരുകയാണ്. രജൌരിയിലെ ധനീധർ കോട്ടയ്ക്ക് മുകളിൽ നിന്ന് ജിഷ്ണു ശബരിമലയിലേക്കാണ് അല്ലേ? നമുക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ പരിശോധിക്കാം. കൊച്ചിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. ശബരിമല റോപ്പ് വേയിലൂടെ ഭക്തരെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് വനം വകുപ്പ്. സന്നിധാനത്തേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് മാത്രമേ അനുവാദം നൽകൂ എന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. ഒപ്പം റോപ്പ് വേ യാഥാർത്ഥ്യമാക്കിയാൽ ട്രാക്ടർ സർവീസ് അനുവദിക്കില്ല എന്നുള്ളതുമാണ് വനം വകുപ്പിന്റെ വ്യക്തമാക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് വ്യക്തമാക്കുന്നത്? ഇത്തരത്തിൽ റോപ്പ് വേ സൗകര്യം എത്തിയാൽ അത് ഭക്തർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വനം വകുപ്പിന്റെ നിലപാട്. അരുൺ, തീർച്ചയായും ജിഷ്ണു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റോപ്പ് വേ പദ്ധതി ദേവസ്വം ബോർഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിമാന പദ്ധതിയായിട്ടാണ് കാണുന്നത്. 2011 ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിലാണ് ഈ ഒരു പദ്ധതിയുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പല തവണയും ഈ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയൊക്കെ ദേവസ്വം ബോർഡിന് തീർത്തുന്നു. അതിലുള്ള അമർഷമൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ഭരണകർത്താക്കൾ പലതവണ പുറത്തു പറയുകയും ചെയ്തതാണ്. ഇതിനുശേഷം ദേവസ്വം മന്ത്രിയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഏറ്റവും വലിയ പ്രഖ്യാപനമായാണ് ഈ ഒരു റോപ്പ് വേ പദ്ധതിയെ കണ്ടത്. അതോടൊപ്പം തന്നെ മണ്ഡലകാലം തീരുന്ന മുറയ്ക്ക്, അതായത് ജനുവരി അവസാനത്തോടെ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യത്തോടെ റോപ്പ് വേ പദ്ധതിക്ക് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. തറക്കൽ ഇടും എന്നുള്ള കൃത്യമായ ഒരു കാര്യം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പദ്ധതി വീണ്ടും താറുമാറായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്ര വലിയൊരു പ്രതിസന്ധിയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഒന്ന്, മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള ഈ വന്യജീവി ബോർഡിന്റെ അനുമതി ഇതുവരെയും ലഭിക്കാത്തതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിക്ക് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു താല്പര്യക്കുറവ് അത് എന്തുകൊണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രധാനമായും നോക്കുന്നത്. പക്ഷേ ഇതുവരെയും ഇത്തരത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വനം വകുപ്പ് കൃത്യമായ ഒരു മാർഗനിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഭക്തരെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു അനുമതി ഈ റോപ്പ് വേയിൽ നൽകില്ല എന്ന് ആദ്യം തന്നെ വനം വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് മാത്രമാണ് നിലവിൽ അനുമതി ഉണ്ടാകുക. ഏതെങ്കിലും തരത്തിലുള്ള അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഭക്തരെ കൊണ്ടുപോകാൻ അനുവദിക്കൂ. അതോടൊപ്പം തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ട്രാക്ടർ പൂർണ്ണമായും നിരോധിക്കും. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ വനം വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും പദ്ധതിയുമായി തറക്കല്ലിടാൻ അല്ലെങ്കിൽ ആ അനുമതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ വനം വകുപ്പ് ഇത്തരത്തിലുള്ള നിർദ്ദേശം വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് കൂടിയാലോചനകൾ തുടങ്ങിയിരിക്കുകയാണ്. എന്താകും ഈ ദേവസ്വം ബോർഡിന്റെ നിലപാട് എന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത്. കാരണം ഇത്തരത്തിൽ വലിയൊരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ ആളെ കയറ്റുക എന്നുള്ള, ഭക്തരെ കയറ്റുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ദേവസ്വം ബോർഡ് മുമ്പ് ലക്ഷ്യം വെച്ചിരുന്നു. ഇതിനൊരു അനുമതി ഇല്ല എങ്കിൽ ഈ പദ്ധതി എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ള ഒരു ചിന്ത കൂടി ദേവസ്വം ബോർഡിനുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഇതുവരെയും കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അടുത്ത ദിവസം തന്നെ ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് കൃത്യമായ ഒരു നിലപാട് വനം വകുപ്പിനെ അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജിഷ്ണു, അരുണിലേക്ക് തന്നെ ഇനിയും വരേണ്ടതുണ്ട്. മറ്റൊരു ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വികസന പദ്ധതിയുടെ വാർത്ത കൂടി വരുന്നുണ്ട്. വിവാദങ്ങൾക്കിടയിൽ ശബരിമല വിമാനത്താവളത്തിനായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ സർവേ ജോലി ഉടൻ ആരംഭിക്കും. ഈ മാസം 21-ന് സർവേ ആരംഭിക്കുമെന്നും അതിനായി 8 സർവേയർമാരെ നിയമിച്ചു കഴിഞ്ഞു എന്നുമാണ് വരുന്ന വാർത്തകൾ. ഭൂമിയുടെ അവകാശ തർക്കം ഒരു ഭാഗത്ത്, സ്ഥലം ഏറ്റെടുക്കുന്നവരുടെ ആശങ്ക മറ്റൊരു ഭാഗത്ത്. ഇതൊക്കെ തുടരുന്നതിനിടയിലാണ് സർവേ നടപടികൾ ആരംഭിക്കുന്നത്. അരുൺ കൊടുങ്ങൂർ, വിശദാംശങ്ങൾ.
പ്രദീപിള്ള, അതിൽ കൃത്യമായ ലക്ഷ്യം വെച്ചുള്ള ഒരു സർക്കാരിൻ്റെ നീക്കം എന്ന് തന്നെയാണ് ഈ എരുമേലി വിമാനത്താവള പദ്ധതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പലതവണ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ഏറ്റവും സ്വപ്ന പദ്ധതിയായിട്ടാണ് അവർ വിശേഷിപ്പിക്കുന്നത്. എന്ത് വില കൊടുത്തും പദ്ധതി നടപ്പാക്കാനുള്ള ഒരു നടപടിക്രമങ്ങളുമായി സർക്കാർ പോവുകയാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ അതിന് വലിയ വെല്ലുവിളി നേരിടുന്നു. ആദ്യത്തിൽ പ്രാഥമിക ഘട്ടത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ കോടികൾ ചിലവഴിച്ച് നടത്തിയെങ്കിലും അതെല്ലാം തന്നെ പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലൂടെ കോടികൾ സർക്കാരിന് നഷ്ടമാകുകയും ചെയ്തു. അങ്ങനെ പദ്ധതി വീണ്ടും നിർജ്ജീവമായ അവസ്ഥയിലാണ്. ഏത് വിധേയനെയും പദ്ധതി നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർശനമായുള്ള ഒരു നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ നടത്തിപ്പിൽ ഉണ്ടാകരുത്, ശരവേഗത്തിൽ തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നുള്ള കർശനമായ നിർദ്ദേശം നിലനിൽക്കുകയാണ്. പക്ഷേ ഈ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നതിനൊപ്പം നിലവിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു തീരുമാനങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും സർവേ ജോലികൾ, സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായുള്ള സർവേ ജോലികൾ ഈ മാസം 21-ന് തുടങ്ങും. 8ഓളം സർവേ ഉദ്യോഗസ്ഥരെ താൽക്കാലികമായി ഇവിടെ എടുത്തിട്ടുമുണ്ട്. എന്തായാലും ശരവേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ മറ്റൊരു വശത്ത് ഈ സ്ഥലം വിട്ടു നൽകുന്ന ആളുകൾക്ക് വലിയൊരു ആശങ്കയുണ്ട്. നേരത്തെ അവർ ഹൈക്കോടതിയൊക്കെ തന്നെ സമീപിച്ചതാണ്. ഇപ്പോഴും ഈ നഷ്ടപരിഹാര പാക്കേജിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വലിയ ആശയക്കുഴപ്പം നിൽക്കുകയാണ്. നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യമാണ്, എത്രത്തോളം പണം കിട്ടും, അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക പാക്കേജ് എന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതിലൊന്നും തന്നെ അനുഭാവപൂർവമായ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലാമെന്ന് മാത്രമല്ല, ഈ പ്രതിഷേധങ്ങളോ ഇവരുടെ ആശങ്കകളോ ഒന്നും തന്നെ ഒരു മുഖവിലേക്ക് എടുക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ള കർശനമായ ഒരു നിർദ്ദേശം തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു വശത്ത് ഈ ഒരു പ്രശ്നമാണ് നിലനിൽക്കുന്നതെങ്കിൽ നമുക്കറിയാം, നിർദ്ദിഷ്ട വിമാനത്താവളം നിർമ്മിക്കുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിലാണ്. ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസ് ഇപ്പോഴും പാലാ കോടതിയിൽ നടന്നു വരികയാണ്. ഇപ്പോഴും ആ ഉടമസ്ഥാവകാശം സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ഒരു വലിയ പ്രതിസന്ധി അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ പദ്ധതിയുമായി ഇങ്ങനെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത്തരത്തിടുക്കത്തിൽ മുന്നോട്ട് പോകാനുള്ള ആവശ്യകത എന്ത് എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി ഇവിടെ ഉയരുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും എല്ലാവിധ തടസ്സങ്ങളും മാറ്റി കൃത്യമായി തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നുള്ള കർശനമായ ഒരു നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തലത്തിൽ, മുഖ്യമന്ത്രി തലത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രദീപിള്ള. റൈറ്റ്, ശബരിമലയിൽ നിന്ന് മംഗളാദേവിയിലേക്കാണ് അല്ലേ ജിഷ്ണു? അതെ, പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്ര പൗർണമി ഉത്സവം 10,000-ങ്ങൾക്ക് ദർശന പുണ്യമായി. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി 20,000-ഓളം ഭക്തരാണ്. 20,000-ഓളം ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി എത്തി. അതേസമയം ക്ഷേത്രം പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാക്കാൻ തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന ആരോപണവുമായി കണ്ണകി ട്രസ്റ്റ് ഭാരവാഹികൾ രംഗത്തെത്തിയിട്ടുണ്ട്. കാണാം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. ചൈത്രമാസത്തിലെ ചിത്തിരനാളിലെ പൗർണമി അഥവാ ചിത്ര പൗർണമി നാളിൽ മാത്രം ഭക്തർക്കായി തുറന്നു കൊടുക്കുന്ന പുരാതന കണ്ണകി ക്ഷേത്രം. തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിൽ ഇളങ്കോവടികൾ കണ്ണകിയുടെ കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണകിയുടെ ഭർത്താവായ കോവിലിനെ റാണിയുടെ ചിലമ്പ് മോഷ്ടിച്ച കുറ്റം ചുമത്തി രാജാവ് കൊലപ്പെടുത്തി. കോവിലിന്റെ കൈവശമുണ്ടായിരുന്നത് റാണിയുടെ ചിലമ്പല്ലെന്ന് തെളിഞ്ഞതോടെ കണ്ണകി ശാപം നൽകി മധുര പട്ടണം കത്തിച്ചു. മധുര കത്തിച്ച ശേഷം കണ്ണകി പെരിയാർ വനത്തിനുള്ളിൽ എത്തിയെന്നും തുടർന്ന് ചേര രാജാവായ ചേരൻ ചെങ്കുട്ടവൻ കണ്ണകിക്കായി മലമുകളിൽ ക്ഷേത്രം നിർമ്മിച്ചുവെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്ര നിർമ്മാണം പാണ്ഡ്യവാസ്തുവിദ്യയുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ നിർമ്മാണ സമയത്തെക്കുറിച്ച് കൃത്യമായ രേഖകളില്ല. വലിയ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും 1337 മീറ്ററോളം ഉയരത്തിലാണ്. 1000 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടുന്നത് കേരളവും തമിഴ്നാടും സംയുക്തമായും.
ഒരേ സമയം കേരള തമിഴ്നാട് ശൈലികളിലാണ് ക്ഷേത്രത്തിലെ പൂജകൾ നടക്കുന്നത്. തന്ത്രി സൂര്യകാലടിമന ജയസൂര്യൻ നമ്പൂതിരിപ്പാടും വള്ളിയൻകാവ് മേൽശാന്തിയായ ബിജുകുമാർ നമ്പൂതിരിയും പൂജകൾക്ക് നേതൃത്വം നൽകി. ഉത്സവത്തിന്റെ ക്രമീകരണങ്ങൾ മികച്ച രീതിയിലായിരുന്നുവെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ എസ് വിഘ്നേശ്വരി. കോർഡിനേഷന് വേണ്ടി നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും, നമ്മുടെ റവന്യൂ, പോലീസ്, ഫോറസ്റ്റ്, ലോക്കൽ ബോഡീസ് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തന്നെ നമ്മൾ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ 17,000 ആൾക്കാർ വന്നിട്ടുണ്ട്. സോ നമുക്ക് സുരക്ഷാ സംവിധാനവും നമുക്കുള്ള ട്രാൻസ്പോർട്ട് സംവിധാനം എല്ലാം നല്ല രീതിയിലാണ് ഇപ്പോൾ വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, നമുക്ക് കഴിഞ്ഞ വർഷം 23,000 പേർ വന്നായിരുന്നു. സോ അതേപോലെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. സോ ഇമ്പോർട്ടന്റ്ലി നമുക്ക് വേണ്ടത് ഇത് ഫോറസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റുന്ന ഒരു ട്രാൻസ്പോർട്ട് സംവിധാനമാണ്. ആ ട്രാൻസ്പോർട്ട് സംവിധാനം നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരെ നമ്മൾ മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇത്തവണ തമിഴ്നാട്ടിൽ നിന്നുള്ള കണ്ണകി ട്രസ്റ്റിനെ ഒഴിവാക്കി തമിഴ്നാട് റവന്യൂ വകുപ്പാണ് ഉത്സവത്തിന്റെ ക്രമീകരണങ്ങൾ നടത്തിയത്. ഇതിൽ ദുരൂഹത ആരോപിച്ച് കേരളത്തിൽ നിന്നുള്ള കണ്ണകി ട്രസ്റ്റ് അംഗങ്ങളും രംഗത്തെത്തി. തമിഴ്നാട് റവന്യൂ ക്ഷേത്രത്തിലെ പൂർണ്ണമായ ചുമതല ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിയത് കൊണ്ട് തന്നെ ഇവിടെ പല കാര്യങ്ങളിലും തകിടം മറിക്കുകയും ഇവിടെ എല്ലാ വർഷവും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോന്നിരുന്ന തമിഴ്നാട് കണ്ണകി ട്രസ്റ്റിനെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്തി പകരം ഇവിടെ അന്നദാനവും പൂജയും പൊങ്കലും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ തമിഴ്നാട് റവന്യൂ ആണ് ഇവിടെ ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം സംബന്ധിച്ച കാര്യങ്ങളിൽ വനം വകുപ്പ് എതിരെ നിൽക്കുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തവണ മികവുറ്റ രീതിയിൽ ഉത്സവം നടത്താനായി എന്നാണ് വിലയിരുത്തൽ. കണ്ണകി ദർശനം സാധ്യമായതിന്റെ സാഹചര്യത്തിലാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഭക്തർ മടങ്ങുന്നത്. ഇനി അടുത്ത മേടമാസത്തിലെ ചിത്രാ പൗർണമിക്കായുള്ള കാത്തിരിപ്പ്. മംഗളാദേവിയിൽ നിന്നും സുബിൻ തോമസ്, ജനം, ഇടുക്കി. മലമുകളിലെ മംഗളാദേവിയിൽ നിന്ന് തിരുവനന്തപുരത്തെ പൗർണമിക്കാവിലേക്കാണ് ഭക്തർക്ക് ദർശനപുണ്യമായി. പൗർണമിക്കാവ് ശ്രീ ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ മേടമാസത്തിലെ പൗർണമി പൂജ നടന്നു. ശക്തി പൂജയും മഹാ ആരതിയും ദർശിക്കാനെത്തിയത് നൂറുകണക്കിന് ഭക്തരാണ്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഭാരത സൈനികരുടെ ആത്മവീര്യവും ആത്മശക്തിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹാ ആരതിയും ശക്തി പൂജയും നടന്നത്. നമുക്ക് കാണാം വാർത്ത. പൗർണമിക്കാവിലെത്തുന്ന ഭക്തർക്ക് ഭക്തിയുടെ പുത്തൻ കാഴ്ചയാണ് ശ്രീബാല ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ കാണാനായത്. മേടമാസത്തിലെ പൗർണമി പൂജയ്ക്ക് നൂറുകണക്കിന് ഭക്തരാണ് സാക്ഷ്യം വഹിച്ചത്. ശക്തി പൂജയും മഹാ ആരതിയും ദർശിക്കാനെത്തിയത് നൂറുകണക്കിന് ഭക്തർ. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇന്ത്യൻ പട്ടാളക്കാരുടെ ആത്മശക്തി വർദ്ധിപ്പിക്കാനാണ് ശക്തിപൂജയും മഹാ ആരതിയും ക്ഷേത്രത്തിൽ നടന്നത്. മഹാഭാരത യുദ്ധത്തിലെ 18 അക്ഷൗഹിണി പടയുടെ ശക്തി നമ്മുടെ പട്ടാളക്കാർക്ക് കിട്ടാനുള്ള ശക്തിപൂജയാണ് പൗർണമിക്കാവ് ക്ഷേത്ര മേൽശാന്തി സജീവൻ ശാന്തിയുടെ കാർമ്മികത്വത്തിൽ 18 പൂജാരിമാർ നടത്തിയത്. മുതിർന്ന RSS പ്രചാരകൻ S. സേതുമാധവൻ ചടങ്ങിന് സാക്ഷിയായി. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവേശം കൊടുത്ത വന്ദേ മാതര ഗാനം അതിൽ പറയുന്നു, ത്വം ഹി ദുർഗ ദശപ്രഹരണധാരിണി കമല കമലതല വിഹാരിണി. ആ രീതിയിൽ നമ്മുടെ ഭാരതത്തെ സസ്യവും ശ്യാമളവുമായ ആ കോമള ഭൂമി, ഭാരതഭൂമിയുടെ സന്ദേശവും ഞാൻ കൂടുതൽ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, വരാൻ പോകുന്ന കുറച്ച് വർഷത്തേക്ക് നമുക്ക് നമ്മുടെ ദേവീ ദേവന്മാരെല്ലാം ഇരിക്കെ തന്നെ നമുക്കൊരു മുഖ്യമായിട്ടുള്ള ദേവി, അത് ഭാരതമാതാവാകട്ടെ. ഈ ഭാരതമാതാവിൻ്റെ സേവനത്തിനും ഭാരതത്തിലെ ജനങ്ങളുടെ ഉന്നതിക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഈശ്വരീയമായ കാര്യമാണ്. ശക്തിപൂജ ദർശിക്കാൻ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലും എത്തി. ആരൊക്കെ തന്നെ എന്തൊക്കെ ചെയ്താലും അതിശക്തമായി ഭാരതം ചെറുത്തു നിൽക്കും എന്ന് തെളിയിച്ച ദിവസങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഒരുപാട് ശത്രുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. കാരണം നമ്മൾ വളരുകയാണെന്ന് അവർക്കറിയാം. അസൂയയാണ് ചുറ്റുമുള്ള ആളുകൾ. പക്ഷേ അതിനെ ഒക്കെ മറികടക്കാനുള്ള കഴിവ് നമുക്കുണ്ട്, നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ട്.
ഈ നാട്ടിലെ എല്ലാവർക്കുമുണ്ട്. പൂർവ്വ സൈനിക പരിഷത്ത് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരും ഭക്തിയുടെ നിറവിൽ നടന്ന പൂജകളിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം. അത്തരത്തിൽ ഭാരതം മുഴുവനുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ സൈന്യത്തിനൊപ്പമുള്ളത്. രാജ്യത്തിന്റെ നിലപാട് ഇടത്തും ഓരോ സ്ഥലങ്ങളിലും കുഞ്ഞു കുഞ്ഞു പട്ടണങ്ങളിൽ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളിൽ എന്ത് പൂജ നടന്നു കഴിഞ്ഞാലും അത് സമർപ്പിക്കുന്നത് പൂജകളും പ്രാർത്ഥനകളും ഒപ്പം രാജ്യത്തിന്റെ മുഴുവൻ മനസ്സിന്റെ പ്രാർത്ഥനയും ഭാരതത്തിന്റെ സൈന്യത്തിനൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്യം അല്ലെങ്കിൽ സൈന്യമാണെങ്കിലും അത്യാധുനിക സാങ്കേതിക വിദ്യയെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം രാജ്യത്തിന്റെ പൗരാണിക സാംസ്കാരിക പാരമ്പര്യത്തെ കൂടി കൂടെ നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നത്. അതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പ്രാർത്ഥനകളും ഒപ്പം പിന്തുണയും ഭാരതത്തിന്റെ മുഴുവൻ മേഖലകളിൽ നിന്നും സൈന്യത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ട ഒരു വികാരം പലയിടത്തും നമ്മളൊന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങോട്ട് വന്ന് സംസാരിച്ച പലരും പറഞ്ഞത് കേട്ടില്ലേ, പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം സംസാരിച്ച അനുരാഗ് ഖാണ്ഡാത്രേ പറഞ്ഞു. അതുപോലെ പൂഞ്ചിൽ കണ്ട ജനങ്ങൾ പറഞ്ഞു. അവർ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം, അതായത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു തെറ്റിദ്ധാരണ മുഴുവൻ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സൈന്യം ജനങ്ങൾക്കൊപ്പമാണെന്നും ഈ ബുദ്ധപൂർണിമ ദിനത്തിലാണ് ഏറ്റവും വലിയ സന്ദേശം പോയതെന്നും ഓർക്കണം. പാകിസ്ഥാനും ശാന്തി സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്ന ബുദ്ധന്റെ നാട്ടുകാരാണ്. പക്ഷേ ഇങ്ങോട്ട് വന്ന് കയറിയാൽ ഇവിടുത്തെ വളരെ കൃത്യമായൊരു പരാമർശം വന്നിരുന്നത്, ഞങ്ങൾ മറ്റേ ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണനെയും അറിയാം, സുദർശന ചക്രം കറക്കുന്ന വിഷ്ണുവാകാനും അറിയാം എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള നിലപാട്. അതായത് രാജ്യം എങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നതിൻ്റെ നേർചിത്രം കൂടിയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് ഇന്ന് ലഭ്യമാകുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഏറ്റവും അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തുകയും അതോടൊപ്പം ഭാരതത്തിൻ്റെ തനത് സാംസ്കാരിക പാരമ്പര്യത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് രാജ്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, അത് പ്രതിരോധ മേഖലയിലും അത്തരത്തിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ ചേരാൻ ഉണ്ട്. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയുടെ ശിക്ഷാവിധി ഇന്നുണ്ടാകും. വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് 6ാം കോടതിയാണ് വിധി പ്രസ്താവിക്കുക. കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. ശാലിനി, കോടതി വളരെ കൃത്യമായി പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ശിക്ഷാ നടപടിയുമായി പ്രോസിക്യൂഷന്റെ അനുമാനങ്ങൾ എന്തൊക്കെയാണ് ശാലിനി? ജിഷ്ണു, 2017 ഏപ്രിൽ 9-ാം തീയതിയാണ് തിരുവനന്തപുരത്തെ ഏറ്റവും തന്ത്രപ്രധാന മേഖലയായ ക്ലിഫ് ഹൗസിന് സമീപത്ത് നിന്നും ഒരു വീട്ടിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും നടത്തിയത് ഈ വീട്ടിലുള്ള വ്യക്തി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഏപ്രിൽ 9-ാം തീയതി തന്നെ ജിൻസൺ രാജ എന്ന് പറയുന്ന കൊലപാതകം നടത്തിയ ഏക പ്രതിയെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. 8 വർഷത്തെ വിചാരണ നടപടികൾക്ക് ശേഷമാണ് ഇന്ന് തിരുവനന്തപുരം വഞ്ചിയൂരിലെ അഡീഷണൽ സെഷൻസ് കോടതി 6 വിധി പറയാൻ പോകുന്നത്. ജഡ്ജി കെ വിഷ്ണു ാണ് നിർണായകമായിട്ടുള്ള വിധി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇതിൽ പ്രോസിക്യൂഷന്റെ വാദം മാനസികരോഗിയാണ് ജിൻസൺ എന്ന് വരുത്തി തീർക്കാൻ പല ഘട്ടങ്ങളിലും ശ്രമം നടത്തിയെങ്കിലും അങ്ങനെയല്ല. കൃത്യമായ ശിക്ഷ, അതായത് വധശിക്ഷ തന്നെ ജിൻസൺ രാജയ്ക്ക് നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. ഇന്നലെ ഇതിൽ നടന്ന അന്തിമ വാദത്തിൽ കേസിൽ കുറ്റക്കാരനാണ് പ്രതി എന്നുള്ളത് കോടതി കണ്ടെത്തിയിട്ടുമുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കേസിൽ നിർണായകമായിട്ടുള്ള ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായി സാത്താൻ സേവ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അച്ഛൻ, അമ്മ, സഹോദരി അടക്കം 3 പേരെ കൊലപ്പെടുത്തി കത്തിക്കുകയും അടുത്തൊരു ബന്ധുവായ ലളിത എന്ന് പറയുന്ന സ്ത്രീയെ കൊന്ന് ബാത്റൂമിൽ ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിലുമായിരുന്നു അന്ന് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. എന്തായാലും ആ നിർണായക കേസിലാണ് ഇപ്പോൾ 92 പേജുള്ള കുറ്റപത്രത്തിന്മേൽ നിർണായക വിധി പറയാൻ പോകുന്നത്. 92ഓളം വരുന്ന സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണയുടെ ഭാഗമായി കേസിൽ വാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുറ്റപത്രം സമർപ്പിച്ച് ഏകദേശം 1 വർഷത്തിനുള്ളിലാണ് ഈ കേസിലെ വിധി പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 6-ാം തീയതിയാണ് ഈ കേസിലെ വിധി പറയാനായി ആദ്യം തീയതി നിശ്ചയിച്ചിരുന്നത്. പിന്നീട് 8ലേക്കും 12ലേക്കും മാറ്റി ഏറ്റവും ഒടുവിലാണ് ഇന്ന് ഈ കേസിൽ വിധി നിർണായക തീരുമാനം കോടതി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും വധശിക്ഷയിൽ കുറഞ്ഞൊന്നും തന്നെ പ്രതി അർഹിക്കുന്നില്ല.
നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് പ്രതി ജിൻസൺ രാജയ്ക്കെതിരെ കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിലാണ് ഈ നിർണായക വിധി ഇന്ന് രാവിലെ 11 മണിയോടുകൂടി പ്രസ്താവിക്കാൻ പോകുന്നത്. ശരി ശാലിനി, വളരെ വ്യക്തമാണ്. വധശിക്ഷ തന്നെ വേണം എന്ന പ്രോസിക്യൂഷൻ പറയുന്നു. മറുഭാഗത്ത് ഇല്ല, പ്രതിയുടെ മാനസികാരോഗ്യം കണക്കിലെടുക്കണം, അതുകൊണ്ട് ഇളവ് വേണമെന്ന് വാദിഭാഗവും പറയുന്നു. കോടതി തീരുമാനിക്കട്ടെ. ശാലിനി തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ശാലിനി തരേണ്ടതുണ്ട്. അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ ബസ്സുകളും അലക്ഷ്യമായ ഡ്രൈവിംഗും ഇനി വേണ്ട എന്ന കർശനമായ നിലപാടെടുത്തിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സ്കൂൾ തുറക്കും മുമ്പ് തന്നെ ബസ്സുകളുടെ പരിശോധന കർശനമാക്കാൻ ഒരുക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സംസ്ഥാനത്തെ സ്കൂൾ ബസ്സുകളുടെയും ഡ്രൈവർമാരുടെയും പരിശോധന ഈ ആഴ്ച ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. ശാലിനി, എന്താണ് വിശദാംശങ്ങൾ? അലക്ഷ്യമായ ഡ്രൈവിംഗും ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ ബസ്സുകളും വരുത്തിവെക്കുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. ഫലപ്രദമായി നടപ്പാക്കും എന്ന് കരുതുന്നുണ്ടോ? പ്രദീപ് പിള്ള, കഴിഞ്ഞ വർഷം അധ്യയന വർഷം ആരംഭിച്ചപ്പോഴും സമാനമായ രീതിയിൽ പരിശോധനകൾ നടത്തിയിരുന്നു, ഫിറ്റ്നസുകൾ എടുത്തിരുന്നു ബസ്സുകളുടെ. പക്ഷേ അപകടങ്ങൾ തുടർക്കഥയായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിലാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കുറ്റമറ്റ രീതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ആഴ്ചയിൽ തന്നെ എല്ലാ സ്കൂളുകളുടെയും, സംസ്ഥാനത്ത് മുഴുവൻ സ്കൂളുകളുടെയും ബസ്സുകളുടെ കാര്യത്തിൽ ഒരു ഫിറ്റ്നസ് പൂർത്തീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നത്. ഈ മാസം അവസാന വാരത്തോടുകൂടി ഫിറ്റ്നസ് പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ ഫിറ്റ്നസ് എടുക്കുന്നത് പൂർത്തീകരിക്കണം. ഒപ്പം തന്നെ ഈ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ കൃത്യമായ ഒരു പരിശീലന ക്ലാസ്സിൽ കൂടി പങ്കെടുക്കണം എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അവരുടെ ലൈസൻസ്, ഒപ്പം തന്നെ അവരുടെ ആധാർ രേഖകൾ അടക്കമുള്ള കാര്യങ്ങളുമായി എത്തി പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാത്ത ഒരു ഡ്രൈവർമാരും ഇത്തവണ ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സ്കൂൾ ബസ്സുകളോ മറ്റ് കുട്ടികളെ കൊണ്ടുപോകുന്ന ചെറിയ വാഹനങ്ങളാണെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ പാടില്ല, ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള അപകടങ്ങൾ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടി കൃത്യമായി ശക്തമായി നടപ്പാക്കും എന്ന് തന്നെ നമുക്ക് അത്തരം പരിശീലനങ്ങളും ഒപ്പം ഈ നടപടികളും കാര്യക്ഷമമായി തന്നെ മുൻപോട്ട് പോകട്ടെ. കാരണം ഇത്തരം അപകടങ്ങളിൽ പൊലിയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളത്. നമ്മുടെ സമയം, ഇന്നത്തെ പ്രത്യേക പുത്തമ്പുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ആദ്യം തന്നെ പറഞ്ഞതുപോലെ രജൌരിയിൽ, ജമ്മു സെക്ടറിൽ കോട്ടയുടെ മുകളിൽ നിന്നാണ് ജന TV പ്രേക്ഷകർക്കായി പ്രത്യേക പുത്തൻപുലരി അവതരിപ്പിച്ചത്. നമുക്കൊപ്പം ഉണ്ണി കെ വാര്യരുണ്ട്, ലോകേഷ് ഉണ്ട്, ജിഷ്ണുവിനും ഒപ്പം ഇന്ന് ഇവിടെ നിന്നുള്ള ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നതായി അറിയിക്കുന്നു. മറ്റ് വിശേഷങ്ങൾ വാർത്തകളുമായി നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. രജൌരിയിൽ, ധാനിഗഡ് കോട്ടയിൽ നിന്ന് ഈ മണിക്കൂറിൽ നമ്മൾ ഈ വാർത്താ ബുള്ളറ്റിൻ പ്രത്യേക പുത്തൻ പുലരി അവസാനിപ്പിക്കുകയാണ്. ഞാൻ പ്രദീപ് പിള്ള. ലൈവ് റിപ്പോർട്ട്സുമായി കൃഷ്ണരാജ് ചേരും സ്റ്റുഡിയോയിൽ നിന്ന്. നമസ്തേ, ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്.